اذهبا إلى فرعون إنه طغى فقولا له قولا لينا لعله يتذكر أو يخشى قالا ربنا إننا نخاف أن يفرط علينا أو أن يطغى قال لا تخافا إنني معكما أسمع وأرى فأتياه فقولا إنا رسولا ربك فأرسل معنا بني إسرائيل ولا تعذبهم قد جئناك بآية من ربك والسلام على من اتبع الهدى. بارك الله لي ولكم بالقرآن العظيم وعصمني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാനരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ മഹളായ ഫദ്ല് കൊണ്ട്, അല്ലാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അല്ലാഹു തആല അവൻ ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളിൽ, സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ അമാലുകൾ അല്ലാഹു സ്വീകരിക്കുകയും അതിലെ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരികയും ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ രോഗികൾക്ക് ശിഫ നൽകട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ വിടാനുള്ള വഴി അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. എല്ലാ തരത്തിലുമുള്ള ബലാ മുസീബത്തിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സയ്യിദുനാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മഹാനവറുകളുടെ ദഅവത്തുമായി ബന്ധപ്പെട്ട ചർച്ചയിലായിരുന്നു നമ്മളുണ്ടായിരുന്നത്. മൂസ നബി അലൈഹിസ്സലാം വകല്ലമല്ലാഹു മൂസ തക്ലീമ, അല്ലാഹുവിനോട് നേരിട്ട് സംസാരിച്ചു. വഹി കൊടുത്തുകൊണ്ട് സംസാരിച്ചു. മൂസ നബി അലൈഹിസ്സലാം വേറെയും സന്ദർഭങ്ങളിൽ അല്ലാഹുവിനോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഹദീസുകളിൽ കാണാൻ കഴിയും. അല്ലാഹു മൂസ നബി അലൈഹിസ്സലാം തമ്മിലുള്ള ഒരുപിടി കോൺവെർസേഷൻസ് തഫ്സീറുകളിലൊക്കെ കാണാൻ കഴിയും. വളരെ കൗതുകമുള്ള, ഇൽമ് നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് അറിവുകൾ മഹാനായ മൂസ നബി അലൈഹിസ്സലാമിൻ്റേതായി നമ്മുടെ ഹദീസിൻ്റെ കിതാബുകളിലും അസറുകളിലും നമ്മുടെ ചരിത്രങ്ങളിലും തഫ്സീറുകളിലും ഒക്കെ കിടക്കുന്നുണ്ട്. നമ്മുടെ ക്ലാസ് ഒരു പക്ഷേ ഇന്ന് അവസാനത്തെ ക്ലാസ് എന്ന് പറയുന്നത് ശരിയല്ല, അങ്ങനെ ആവരുത് ഇൻഷാ അല്ലാഹ്. പിന്നെ ഹജ്ജിന് പോകുന്നത് കൊണ്ടും അതിനോടനുബന്ധമായിട്ടുള്ള മറ്റു ജോലി സംബന്ധമായ വിഷയങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ ഈ ഒരു ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉസ്താദുമാർ ഇവിടെ അടുത്ത ആഴ്ച മുതൽ ക്ലാസ് തുടരും. അത് നിൽക്കുന്നില്ല. പക്ഷേ ഇനി മറ്റൊരവസരം അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ എവിടെയെങ്കിലും നമ്മുടെ പ്രത്യേക പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് കൂടുന്ന പരിപാടികളായിരിക്കും ഒരുപക്ഷെ ഞാനുണ്ടാവുന്നത് എന്ന് തോന്നുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഖൈറാക്കി തരട്ടെ. അപ്പോൾ അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാന ഭാഗം ആളുകൾക്ക് എത്തുന്നില്ലേ ഉള്ളൂ, ആ സമയത്ത് ബാക്കി കാര്യങ്ങൾ പറയാം. ഇന്നല്ലാഹ അസ്സ വജല്ല ഖാല ലി മൂസ, മൂസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, യാ മൂസ ഇദാ റഅയ്തൽ ഗിനാ മുഖ്ബിലൻ ഫഖുൽ ദംബുൻ ഉജ്ജിലത് ഉഖൂബതുഹു വഇദാ റഅയ്തൽ ഫഖറ മുഖ്ബിലൻ ഫഖുൽ മർഹബൻ ബിശിആരി സ്വാലിഹീൻ. സമ്പന്നന്മാരായ ആളുകൾ, സമ്പന്നത അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് എന്ന് തെറ്റിദ്ധരിച്ചവർക്ക് മനസ്സിലാക്കാനും, ദാരിദ്ര്യം അള്ളാഹുവിൻ്റെ ഒരു ശിക്ഷയാണ് എന്ന് തെറ്റിദ്ധരിച്ചവർക്കും ശരിയായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു റിവായത്താണിത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സയ്യിദുനാ മൂസ അലൈഹിസ്സലാമിനോട് പറയാണ്, യാ മൂസ, മൂസ നബിയെ, ഇദാ റഅയ്തൽ ഗിനാ മുഖ്ബിലൻ, സമ്പത്ത് നിങ്ങളിലേക്ക് ഒഴുകി വരുന്നത് കണ്ടാൽ, ഫഖുൽ, നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണേ, ദംബുൻ ഉജ്ജിലത് ഉഖൂബതുഹു, ഇത് ഞാൻ ചെയ്ത ഒരു തെറ്റിൻ്റെ ശിക്ഷ നേരത്തെ എനിക്ക് ദുന്യാവിൽ തന്നെ കിട്ടിയതാണ് എന്ന് പറയണം.
നമ്മൾ വിശദീകരിക്കാം. വഇദാ റഅയ്തൽ ഫഖറ മുഖ്ബിലൻ, ദാരിദ്ര്യം മുന്നിട്ട് വരുന്നത് കണ്ടാൽ, പൈസയില്ല, ദാരിദ്ര്യമാണ്, ജോലിയില്ല, ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണ്, അങ്ങനെ കാണുകയാണെങ്കിൽ ഫഖുൽ, നിങ്ങൾ പറയണം മർഹബൻ ബിശിആരി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ അടയാളമേ, സ്വാലിഹീങ്ങളുടെ സ്വഭാവമേ, നിനക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് ആ ദാരിദ്ര്യത്തെ നിങ്ങൾ സ്വീകരിച്ചേക്കണം, അത് സ്വാലിഹീങ്ങളുടെ ഷിആറിൽപ്പെട്ടതാണ് എന്ന് സയ്യിദുന മൂസ അലൈഹിസ്സലാമിനോട് അല്ലാഹു ജല്ല ജലാലു പറയുന്നതായിട്ടാണ് ഒരു റിവായത്ത് മഹാനായ കഅബ് തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ഇതാലോചിച്ച് നോക്കൂ, വലിയ കൗതുകമുള്ള വിഷയമാണ്. യാ മൂസ ഇദാ റഅയ്തൽ ഗിന മുഖ്ബിലൻ, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, സമ്പത്ത് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് ഉപയോഗിക്കുകയും അള്ളാഹു ഇഷ്ടപ്പെടുന്ന വജഹിൽ അതിനെ ചെലവഴിക്കുകയും സമ്പത്ത് കൊണ്ട് അള്ളാഹുവിനെ വഴിപ്പെടാൻ സാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് നിഅമത്താണ്. പക്ഷെ ഇവിടെ പറയുന്ന ഗിനൻ എന്ന് പറയുന്നത് മൂസ നബി അലൈഹിസ്സലാമിനോടുള്ള ഉപദേശമല്ല, ഇത് ജനങ്ങളോടുള്ള ഉപദേശമാണ്. നമ്മളെല്ലാ അമ്പിയാക്കന്മാരിലും വിശ്വസിക്കുന്നവരാണ്. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറസുലിഹി. നമ്മൾ അള്ളാഹുവിൻ്റെ മുർസലീങ്ങളിലും കിതാബിലുമൊക്കെ വിശ്വസിക്കുന്നവരാണ്. എല്ലാ അള്ളാഹുവിൻ്റെ അമ്പിയായിനും അള്ളാഹു കൊടുത്ത വഹയ് ഖൈറായ സ്വാലിഹായ അജ്ലായ ഹുദയുടെ സന്മാർഗത്തിൻ്റെ വഹയാണ്. അപ്പം അമ്പിയാക്കന്മാരുടെ ചരിത്രങ്ങളിലൂടെയോ അവരുടെ വിശേഷണങ്ങളിലൂടെയോ നമുക്ക് ലഭിക്കുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ട, ഉൾക്കൊള്ളേണ്ട അറിവാണ് എന്നർത്ഥം. അപ്പോൾ സമ്പത്ത് ഒരാൾക്ക് വരുന്നു, ആ സമ്പത്ത് ഒരാളുടെ പരീക്ഷണമായി മാറുന്നു. സമ്പത്ത് വരുന്നതോടുകൂടെ ഒരാൾ തിരക്കാവുന്നു, ആ തിരക്ക് കാരണം ജമാഅത്ത് കിട്ടുന്നില്ല, നിസ്കരിക്കാൻ പറ്റുന്നില്ല, സുബഹിൽ കിട്ടുന്നില്ല, സ്വതക്ക ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അള്ളാഹുവിൽ നിന്ന് അകലുകയാണെങ്കിൽ ആ സമ്പത്ത് ദുന്യാവിൽ അള്ളാഹു നൽകുന്ന ഒരു ശിക്ഷയാണ്. ദംബുൻ ഉജ്ജിലത് ഉഖൂബതുഹു, ദുന്യാവിൽ അള്ളാഹു നൽകുന്ന നമ്മൾ ചെയ്തു പോയ ഒരു തെറ്റിൻ്റെ ശിക്ഷയാണ് അതെന്ന് അള്ളാഹു ജല്ല ജലാലു. പൈസയുള്ള ഒരുപാട് ആളുകൾ ലോകത്തുണ്ടാവും. നമ്മളിപ്പോൾ ഈ ഗൾഫ് നാട്ടിലൊക്കെ ജീവിക്കുമ്പോൾ, പ്രവാസികളായി ജീവിക്കുമ്പോൾ ആകെ തലയിൽ വരുന്ന ആദ്യത്തെ ചോദ്യം തന്നെ പൈസ, വരുമാനം, ജോലി, കച്ചവടം, ഇതായിരിക്കും. നാട്ടിലും അതൊക്കെ തന്നെയാണ്. പക്ഷേ നാട്ടിൽ അതിലും വലിയ കുറേ മുസീബത്തുകൾ ആലോചിക്കാനുള്ളത് കൊണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാൻ നേരം കിട്ടൂല. മനുഷ്യൻ്റെ മുമ്പിലേക്ക് സമ്പത്ത് അനിയന്ത്രിതമായി വരുന്നു, അല്ലെങ്കിൽ സമ്പത്തിന് ഒരു മുടക്കും ഒരു പ്രയാസവുമില്ലാതെ എല്ലാ കാര്യങ്ങളും ആഗ്രഹിക്കുന്നതിലും അപ്പുറം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ മനുഷ്യനാണെങ്കിലോ അള്ളാഹുവിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അതിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് ദംബുൻ ഉജ്ജിലത് ഉഖൂബതുഹു, അത് ചെയ്തു പോയ തെറ്റിന് അള്ളാഹു ഈ ലോകത്ത് നൽകുന്ന ശിക്ഷയാണ് എന്ന് മനസ്സിലാക്കണം. വഇദാ റഅയ്തൽ ഫഖറ മുഖ്ബിലാ, ദാരിദ്ര്യം കൊണ്ട് രണ്ടെണ്ണം സംഭവിക്കും. ദാരിദ്ര്യം കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കാനും പറ്റും, ദാരിദ്ര്യം കുഫറിലേക്ക് വരെ എത്തിക്കുമെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നൽ ഫഖറ യുഅദ്ദി ഇലൽ കുഫർ, അൽ ഫഖറു യുഅദ്ദി ഇലൽ കുഫരി. ദാരിദ്ര്യം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖരി വൽ കുഫരി, അങ്ങനെ തന്നെ ദുആയിൽ കാണാൻ പറ്റും. അള്ളാഹുവെ, കുഫറിൽ നിന്ന്, നിന്നെ നിഷേധിക്കുന്ന, നീ ഇല്ല എന്ന് പറയുന്നൊരു വിശ്വാസത്തിലേക്ക് പോകാതെ കാത്തുകൊള്ളണമേ. പിന്നെ പറയുന്നത് ദാരിദ്ര്യത്തിൽ നിന്ന് കാക്കേണമെന്ന്. ദാരിദ്ര്യം എന്ന് പറയുന്നത് അൺഫുൾഫിൽഡ് വോൺസ്, നമ്മുടെ നിർവഹിക്കപ്പെടാത്ത, ഇനിയും സാധിച്ചിട്ടില്ലാത്ത നമ്മുടെ ആവശ്യങ്ങൾക്കാണ് ഈ ദാരിദ്ര്യം എന്ന് പറയാം. വീട് വേണം, ഒരു ചെറിയൊരു വീടെങ്കിലും താമസിക്കാൻ വേണം, അത് സാധിച്ചിട്ടില്ല, അവിടെ ഒരു ദാരിദ്ര്യമുണ്ട്, അല്ലേ? ജോലി വേണം, എന്നാലേ റൂമിന് റെൻ്റ് കൊടുക്കാൻ പറ്റുള്ളൂ, ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ, ആയിട്ടില്ല, അതൊരു ദാരിദ്ര്യമാണ്. ഒരു ആവശ്യം നിർവഹിക്കപ്പെടാതിരിക്കലാണ്. അതിനാണ് ഫഖർ, ദാരിദ്ര്യം എന്ന് പറയാം. നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ടത്, സമ്പന്നന്മാർ ഒരുപക്ഷെ ദരിദ്രന്മാരായി മാറും. സമ്പത്ത് എന്ന് പറയുന്നത്, സമ്പത്തുള്ള ഒരാൾക്ക് എനിക്കിത് പോരാ, എനിക്ക് ഇനിയും വേണം എന്ന് പറയുന്നത് അയാളുടെ ആവശ്യങ്ങൾ ഇനിയും നിർവഹിക്കപ്പെട്ടിട്ടില്ല എന്ന തോന്നലാണ്. അതുകൊണ്ട് അതിനെയാണ് ഇംഗ്ലീഷിൽ, ലാംഗ്വേജിൽ, സോഷ്യോളജിയിൽ പോവർട്ടി എന്ന് പറയാം. അതാണ് ദാരിദ്ര്യം. എനിക്ക് പോരാന്ന് പറയുന്നത് ദാരിദ്ര്യമാണ്. ആ വലിയ പണക്കാരൻ ചിലപ്പോൾ ദരിദ്രനായി മാറിയെന്ന് വരും ഈ വാക്കിലൂടെ ഉദ്ദേശിക്കുമ്പോൾ. എനിക്കിപ്പോഴും മതിയായില്ല, എൻ്റെ കാര്യം ഇപ്പോഴും സാധിച്ചില്ല എന്ന് വിചാരിക്കുന്നത്. ഇദാ റഅയ്തൽ ഫഖറ മുഖ്ബിലൻ, ദാരിദ്ര്യമാ വരുന്നത്. ദാരിദ്ര്യം കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റും. ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ നമ്മളൊരു പക്ഷേ കുറേ ദിക്ർ ചൊല്ലും. അപ്പോൾ ആരുടെ ഉസ്താദ്മാർ ചോദിക്കും, പഠിച്ചോനെ എന്തെങ്കിലും ചൊല്ലാനുണ്ടോ ഉസ്താദെ, എങ്ങനെയൊക്കെയാണ് വിഷയങ്ങൾ, പ്രയാസത്തിലാണ്.
എവിടെയും ഒരു കാര്യം നടക്കുന്നില്ല, അങ്ങോട്ട് എത്തും അപ്പോഴേക്ക് തട്ടിപ്പോകും, ഇൻ്റർവ്യൂക്ക് വിളിക്കും പിന്നെ വിളിക്കണില്ല, CV പോലും ആരും തുറന്നു നോക്കുന്നില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ചൊല്ലാനുണ്ടോ? അപ്പോൾ സൂറത്തു യാസീൻ ലിമാ ഖുരിഅല, യാസീൻ നിങ്ങൾ എന്ത് ഉദ്ദേശിച്ച് ഓതുന്നു അതിനുള്ളതാ. നബി ഉസ്താദ്മാർ പറഞ്ഞതിനെ കുറിച്ച് യാസീൻ ഓദിക്കോ, അല്ലെങ്കിൽ ഇന്ന ദിക്ർ ചൊല്ലിക്കോ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ ചൊല്ലിക്കോ, അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക് എന്ന ദിക്ർ ചൊല്ലിക്കോ, അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അസ്മത്തു അംരി ആ ദിക്ർ ചൊല്ലിക്കോ. ഇങ്ങനെ തുടങ്ങി അദ്കാറുകൾ മനുഷ്യൻ പതിവാക്കാൻ തുടങ്ങും. ചില ആൾക്കാരൊക്കെ ഒന്നും കൂടെ അങ്ങ് പേടിപ്പിച്ചിട്ട് എന്ത് ചെയ്യും, സുബഹിൻ്റെ 1 മണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് നിസ്കരിച്ച് തുടങ്ങിക്കോന്ന് പറയും. അപ്പോൾ ജോലി കിട്ടാൻ വേണ്ടിയിട്ടെങ്കിലും നിസ്കാരം തുടങ്ങും. അതുവരെ തഹജ്ജുദൊന്നും നിസ്കരിച്ചിട്ടില്ലാത്ത ഒരാൾ തഹജ്ജുദ് നിസ്കരിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ ഒന്നും കൂടെ ഉഷാറാക്കാൻ വേണ്ടി ഡെയിലി ഒരു അൽബക്കർ ഓദിക്കുമെന്ന് പറഞ്ഞാൽ ഇരുന്ന് ഓതും, ജോലി കിട്ടണവരെ അന്ന് നിർത്തും ചെയ്യും, ഇൻ്റർവ്യൂ പാസ്സായാൽ നിർത്തും ചെയ്യും. മനുഷ്യൻ ഒരു ദാരിദ്ര്യത്തിലൂടെ പോകുമ്പോൾ പടച്ചവനിലേക്ക് അടുക്കാനുള്ള വഴിയുണ്ട്. ഈ അസുഖങ്ങൾ അങ്ങനെയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് അങ്ങനെ അസുഖം വന്നിട്ടോ ദാരിദ്ര്യം വന്നിട്ടോ അള്ളാഹുലേക്ക് അടുക്കുന്നൊരവസ്ഥ വരരുത്. അങ്ങനെയല്ല, അതിന് മുമ്പേ അടുക്കണം. തഅറഫ് ഇലല്ലാഹി ഫിർറഖാ യഅരിഫുക ഫിദ്ദറാ. സമ്പത്തുണ്ടാകുമ്പോഴും ആശ്വാസം ഉണ്ടാകുമ്പോഴും സൗകര്യം ഉണ്ടാകുമ്പോഴും അള്ളാഹുവിനോർത്ത് ജീവിക്കുക. എന്നാൽ പിന്നെ പ്രയാസം വരുമ്പോൾ അള്ളാഹു നമ്മുടെ കൂടെ അപ്പോഴും ഉണ്ടാവും. ഒരു പരീക്ഷണം വരുമ്പോൾ അള്ളാഹു കൂടെ ഉണ്ടാവും. അപ്പോൾ ദാരിദ്ര്യം കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയും. ദാരിദ്ര്യം കൊണ്ട് ഒരാൾ മോഷ്ടാവായി മാറാം, ദാരിദ്ര്യം കൊണ്ട് ഒരാൾ വഞ്ചകനായി മാറാം, ദാരിദ്ര്യം കൊണ്ട് ഒരാൾ മറ്റൊരാളുടെ പൈസ അപഹരിച്ചു എന്ന് വരും, ദാരിദ്ര്യം കൊണ്ട് ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാം. അയാൾ എന്താ വിചാരിക്കുക, പടച്ചോനെ ഞാൻ നിനക്ക് ഇത്രത്തോളം നിസ്കാരവും സ്വലാത്തും ദിക്റും എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, എന്നിട്ട് എനിക്ക് ജോലി കിട്ടുന്നില്ല. എൻ്റെ അടുത്ത് കള്ളു കുടിച്ച് കിടക്കുന്നവൻ എൻ്റെ റൂംമേറ്റ്, അവന് നല്ല ജോലിയുണ്ട്, അവന് വണ്ടിയുണ്ട്, അവന് ഭത്തയുണ്ട്, അവന് ട്രാവൽ അലവൻസ് ഉണ്ട്, അവൻ ഫാമിലിനെ കൊണ്ടുവരുന്നു. ഞാനാണെങ്കിൽ 10-15 കൊല്ലമായിട്ട് ഇവിടെ കഷ്ടപ്പെടാൻ, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കുന്ന ആളല്ലേ പടച്ചോനെ, നീ എന്താ എന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞത് കേൾക്കാത്തത് എന്നൊക്കെ ഒരു മനുഷ്യൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ കുഫറിലേക്ക് പോയേക്കും. അതുകൊണ്ടാണ് ദാരിദ്ര്യം കുഫറിലേക്ക് എത്തിക്കുമെന്ന് പറയാൻ കാരണം. എത്രയോ ആളുകൾ ഇപ്പോൾ പാവപ്പെട്ട രാജ്യങ്ങളിലൊക്കെ മറ്റു മതവിശ്വാസികൾ എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ കിറ്റ് വിതരണം ചെയ്ത് ഇങ്ങോട്ട് പോരിനെന്ന് പറഞ്ഞാൽ അവർ പോകും. കാരണം അവർക്ക് അന്നമാണ് വേണ്ടത്, അവർക്ക് ഭക്ഷണമാണ് വേണ്ടത്, വിശ്വാസത്തെക്കാളും വലുത് അതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു തലത്തിലായിരിക്കും അവരുണ്ടായിരിക്കുക. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈമാൻ അത്രത്തോളം ഉണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയും. ഈമാൻ കുറവും ദാരിദ്ര്യവുമാണെങ്കിൽ കുഫറിലേക്ക് പോകുക സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇനി പറയുന്നു നോക്കുക, മൂസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറയാ, വഇദാ റഅയ്തൽ ഫഖറ മുഖ്ബിലൻ, ദാരിദ്ര്യം നിങ്ങളിലേക്ക് വരുന്നത് കണ്ടാൽ നിങ്ങൾ പറയണേ മർഹബൻ ബിശിആരിസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ അടയാളമേ നിനക്ക് സ്വാഗതം, സ്വാലിഹീങ്ങളുടെ അടയാളമേ നിനക്ക് സ്വാഗതം എന്ന് പറയണം. സ്വാലിഹീങ്ങളുടെ ഷിആറാണത്. ഇപ്പോൾ അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്ത് ജീവിക്കുന്ന തസൗഫിൻ്റെ ആലിമീങ്ങൾ, മുത്തസവ്വിഫീങ്ങൾ, സൂഫിയാക്കൾ എന്ന് പറയുന്നവർ, യഥാർത്ഥ അള്ളാഹുവിൻ്റെ സൂഫി വര്യന്മാർ വലിയ ദാരിദ്ര്യം ഇഷ്ടപ്പെടുന്ന, ദാരിദ്ര്യത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. റഫാഹിയത്ത് അവർക്ക് വേണ്ട, ആഡംബരങ്ങൾ അവർക്ക് വേണ്ട. അവർ അങ്ങനെ ലളിതമായി ജീവിക്കണമെന്നും പട്ടിണി കിടക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ്. അവർക്ക് നോമ്പായിരിക്കും, നോമ്പില്ലെങ്കിലും ഭക്ഷണം കുറവായിരിക്കും. അത് സ്വാലിഹീങ്ങളുടെ അടയാളമാണ്. കാരണം സമ്പത്ത് എത്ര നമ്മുടെ കയ്യിൽ വരുന്നുണ്ടോ അതിനനുസരിച്ച് അള്ളാഹുവിനോട് ഹിസാബിനെ പറയണം, ഹിസാബിനെ പറയണം. ഇപ്പോൾ ചോദ്യപേപ്പറിൽ ചോദ്യം കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഉത്തരം പറയലേറും. ചോദ്യക്കടലാസ് കൂടുമ്പോൾ ഉത്തരം എഴുതേണ്ട സമയം കൂടുതൽ വേണമെന്ന് വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് പറയും. ഇത് 2 മണിക്കൂർ കൊണ്ട് എഴുതി തീർക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് 3 മണിക്കൂറെങ്കിലും വേണം. സമ്പത്ത് അങ്ങനെയാണ്. എത്ര സമയം സമ്പത്ത് കൂടുന്നുണ്ടോ അതിനനുസരിച്ച് അള്ളാഹുവിനോടുള്ള മുഹാസബ, അള്ളാഹുവിൻ്റെ വിചാരണ വർദ്ധിക്കുമെന്നാണ്. അതുകൊണ്ടാണ് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം ആഖിറുൽ അംബിയാ ഹിസാബ, അംബിയാക്കന്മാരിൽ അവസാനം വിചാരണ കഴിയുന്ന നബിയാണ് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. അത് കുറേ കാലെടുക്കും എന്നതിനർത്ഥമല്ല, അംബിയാക്കന്മാരുടെ ഹിസാബൊക്കെ പെട്ടെന്ന് കഴിയും. അവരുടെ കൂട്ടത്തിൽ ഇച്ചിരി സമയമെടുക്കുന്നത് സുലൈമാൻ നബി അലൈഹിസ്സലാം, അത് കഴിഞ്ഞാൽ ദാവൂദ് നബി അലൈഹിസ്സലാം. കാരണം അവർ സമ്പത്തുള്ളവരായിരുന്നു. ആ സമ്പത്ത് അള്ളാഹുവിൻ്റെ വഴിയിൽ ചെലവഴിച്ച, പടച്ചവൻ്റെ പൊരുത്തത്തിൽ ജീവിച്ച മഹാന്മാരാണ്, അംബിയാക്കന്മാരാണ്. അത് കഴിഞ്ഞാൽ യൂസുഫ് അലൈഹിസ്സലാം. ഇവരൊക്കെ ഒരേ സമയം ഭരണാധികാരികളും അംബിയാക്കന്മാരുമായവരാണ്. പ്രവാചകത്വവും അതുപോലെ തന്നെ ഭരണാധികാരവും കയ്യിലുണ്ടായിരുന്ന നബിമാർ, ദാവൂദ് നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം, യൂസുഫ് അലൈഹിസ്സലാം. വേറെ നബിമാരുണ്ടോ? അധികാരം കിട്ടി അതോടൊപ്പം നബുവത്തും കിട്ടിയവർ ഇല്ല, ഉണ്ടോ? യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിൻ്റെ ഭരണാധികാരി, ദാവൂദ് നബി അലൈഹിസ്സലാമും സുലൈമാൻ നബി അലൈഹിസ്സലാമും ഫലസ്തീൻ ഭരിച്ചവർ.
സുലൈമാൻ നബി അലൈഹിസ്സലാം ലോകത്തിൻ്റെ വലിയ തലങ്ങൾ കിഴക്കും പടിഞ്ഞാറുമൊക്കെ മഹാനവറുകളുടെ ഭരണകേന്ദ്രമായിരുന്നു. ഏതായിരുന്നാലും ആ അമ്പിയാക്കന്മാർ ഹിസാബ് നേരിടുന്നത്, അവർ വിചാരണ നേരിടുന്നവരിൽ അവസാനത്തവർ, അത് സമയമെടുക്കുന്നവരാണ്. സ്വഹാബികളിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സ്വഹാബികളിൽ അവസാനം വിചാരണ കഴിയുന്ന സ്വഹാബിയാണെന്ന് പറയുമ്പോൾ മഹാനവറുകൾ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. സഅദിൻ സഈദിൻ സുബൈറിൻ തുൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബിനി ഔഫിൻ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫാൻ وابن عوف عاشر الكرم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عبد الرحمن بن عوف عاشر الكرم ഒരു മഹാന്മാരായ അശറത്തുൽ മുബശ്ശരീങ്ങൾ അറിയപ്പെടുന്ന മഹാൻ. പക്ഷേ ഹിസാബുണ്ട്, വിചാരണയുണ്ട്. അവർ സ്വഹാബികൾ അവസാനമാണ് അവരുടെ വിചാരണ കഴിയുക എന്ന് ഹദീസിൽ കാണാൻ കഴിയും. അപ്പോൾ സമ്പത്തെന്ന് പറയുന്നത് ഹലാലുഹു ഹിസാബുൻ വഹറാമുഹു ഹസ്റ, അതിൽ ഹലാല് ഹിസാബാണ്, വിചാരണയാണ്. വഹറാമുഹു ഹസ്റത്തുൻ, അതിൽ ഹറാമായി കടന്നു വരുന്നത് ഹസ്റത്തുൻ വനദാമ, നാളെ അത് സങ്കടത്തിന് കാരണമാകും. സുബ്ഹാനല്ലാഹ്. ഹലാല് ഹിസാബിനെ നേരിടേണ്ടി വരും, കണക്ക് കൊടുക്കേണ്ടി വരും അള്ളാഹുവിൻ്റെ മുമ്പിൽ. വഹറാമുഹു ഹസ്റത്തുൻ, ഹറാമായ സമ്പാദ്യം നാളെ സങ്കടത്തിന് കാരണമാകുന്നു. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. വഇദാ റഅയ്തൽ ഫഖറ മുഖ്ബിലൻ, ദാരിദ്ര്യം മുന്നിട്ട് വരുന്നത് കണ്ടാൽ മുസനബിയെ ഫഖുൽ, അങ്ങ് പറയണം മർഹബൻ ബിശിആരിസ് സ്വാലിഹീൻ, സജ്ജനങ്ങളുടെ അടയാളമേ നിനക്ക് സ്വാഗതം എന്ന് പറഞ്ഞോളൂ മുസനബിയെ. വഇദാ റഅയ്തൽ ഗിനാ മുഖ്ബിലൻ, സമ്പത്ത് മുന്നിട്ട് വരുന്നത് കണ്ടാൽ ദംബുൻ ഉജ്ജലത് ഉഖൂബതുഹു, ഇത് അല്ലാഹു നേരത്തെ തരുന്ന ശിക്ഷയാണ്, ഏതെങ്കിലും ഒരു തെറ്റിൻ്റെ ശിക്ഷയാണ് എന്ന് മനസ്സിലാക്കണം. മനസ്സിലായല്ലോ എൻ്റെ കോണ്ടെക്സ്റ്റ്? സമ്പത്ത് കൊണ്ട് അള്ളാഹുവിൽ നിന്ന് അകലുന്നൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ശിക്ഷയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരത്തിലേറെ വരുന്ന ഒട്ടകങ്ങളുടെ പുറത്ത് ലഗേജുകൾ സിറിയയിൽ നിന്ന്, ഫലസ്തീനിൽ നിന്ന്, ഡമസ്കസിൽ നിന്നൊക്കെ വാങ്ങിച്ച കച്ചവട സാധനങ്ങൾ, വസ്ത്രങ്ങളും മറ്റു വ്യഞ്ജനങ്ങളുമായിട്ട് മക്കയിലേക്ക് വരുന്ന കച്ചവടക്കാരനാണ്. 1000-ലേറെ ഒട്ടകങ്ങൾ. ആരുടേത്? ഉസ്മാൻ തങ്ങളുടേത്, അബ്ദുറഹ്മാൻ ഔഫ് എന്നവരുടേത്, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടേത്. ഇവരൊക്കെ മുതലാളിമാരാണ്. അവരെ സംബന്ധിച്ചൊക്കെ പറയാൻ പറ്റുമോ അവരുടെ ചെയ്ത തെറ്റിന് ശിക്ഷയാണെന്ന്? അല്ല, അവരാ സമ്പത്ത് കൊണ്ട് അള്ളാഹുവിൻ്റെ ആഖിറം നേടാൻ പരിശ്രമിച്ചവരാണ്. അതിനെ സംബന്ധിച്ചല്ല ഈ പറയുന്നത്. യാ മൂസ, അല്ലാഹു മൂസ നബിയോട് പറയാം, ഇന്നക ലൻ തഖറുബ അലയ്യ ബിഅമലിൻ മിൻ അഅമാലിൽ ബിർരി ഖൈറുൻ ലക മിനദ് ദിളാ ബിഖളാഇ. മൂസ നബിയെ, ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ചെയ്യുന്ന അമലുകളിൽ അള്ളാഹുവിനോട് അടുക്കാനെടുക്കുന്ന, പടച്ചവനേക്ക് അടുക്കുക എന്ന് പറയില്ലേ, അതിനൊരുപാട് അമലുകളുണ്ട്. സുന്നത്ത് നിസ്കാരങ്ങൾ അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റും. വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ, അള്ളാഹുലേക്ക് അടുക്കണമെങ്കിൽ സുന്നത്തുകൾ വേണമെന്ന, സുന്നത്തായ സ്വതഖ, സുന്നത്ത് നിസ്കാരം, സുന്നത്തായ ഉംറ, സുന്നത്തായ ഹജ്ജ്, സുന്നത്തായ സ്വതഖകൾ, സുന്നത്തായ നോമ്പുകൾ, സുന്നത്തായി ആയ മറ്റ് അമാലുകൾ, ഇതൊക്കെ ചെയ്യുമ്പോൾ ഫർള് കഴിഞ്ഞ് സുന്നത്ത് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ പറ്റും. അങ്ങനെ എടുക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ മുഖറബീങ്ങളായി മാറുന്നത്. മുഖറബീങ്ങളായി മാറിക്കഴിഞ്ഞാലാണ് അള്ളാഹു കുന്തു സമഅഹുല്ലദി യസ്മഉ ബിഹി, കേൾക്കുന്ന കാത്, വബസറഹുല്ലതി യുബ്സിറു ബിഹ, കാണുന്ന കണ്ണ്, വയദഹുല്ലതി യബ്തിഷു ബിഹ, തൊടുന്ന കൈ, വരിജലഹുല്ലതി യംഷി ബിഹ, നടക്കുന്ന കാല്, ഇതൊക്കെ ഞാനായിട്ട് മാറുമെന്ന് അള്ളാഹു തആല പറഞ്ഞത് സുന്നത്ത് എടുത്ത് ജീവിക്കുമ്പോഴാണ്. ഫർള് ആ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്ത് പോവുകയുള്ളൂ. മുമ്പോട്ട് ഒന്ന് അടുക്കണമെങ്കിൽ സുന്നത്തുകൾ വർദ്ധിപ്പിക്കണം. സുന്നത്തുകൾ ഇങ്ങനത്തെ അമാലുൽ ബിറിൻ്റെ അമലുകൾ. ബിർ എന്ന് പറയുന്നത് മാതാപിതാക്കളുള്ള കടപ്പാട് പറഞ്ഞിടത്ത് ബിറുൽ വാലിദൈൻ എന്നാ പറയാ. അറബിയിൽ ബിർ എന്ന വാക്കിനൊരു പ്രത്യേകത ഉണ്ട്. ബിർ, അള്ളാഹു ബർറു തവ്വാബാൻ, അബർറു റഹീമാണ്. അള്ളാഹു ബർറാൻ. ബർ എന്ന് പറയുന്നത് ബിർ ചെയ്യുന്നവനായ അള്ളാഹു. നമ്മൾ ഗുണം ചെയ്യുക എന്ന അർത്ഥം പറയും. പക്ഷെ ബർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരാൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഹഖൂഖുകൾ, ഒരു മനുഷ്യൻ്റെ ബാധ്യതകൾ, ഒരു മനുഷ്യൻ ചെയ്തു കൊടുക്കേണ്ട ഹക്കടപാടുകൾ, ആ ഹക്കടപാടുകൾ, അള്ളാഹുവിനോട് ചെയ്യേണ്ട ഹക്കുകൾ
ചെയ്താലും ഇല്ലെങ്കിലും നമ്മളോട് ഗുണം ചെയ്യുന്നവൻ. അതാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അൽ ബർറു റഹീം, അൽ ബർറു തവ്വാബ് എന്ന് പറയാൻ കാരണം. നിസ്കരിച്ചില്ലെങ്കിലും ഒരു മനുഷ്യനങ്ങനെ അള്ളാഹു പറഞ്ഞ പോലെ ജീവിച്ചില്ല എന്നിരിക്കെ എന്നാലും അള്ളാഹു ഒരു പക്ഷേ ആ മനുഷ്യന് ഖൈർ ചെയ്തുകൊണ്ടിരിക്കും. അത് അള്ളാഹു ബർറായതുകൊണ്ടാണ്. ഇപ്പം മാതാപിതാക്കളോട് ബിർറ് ചെയ്യണമെന്ന് പറയാം, അതിൽ നീതി ചെയ്യണമെന്നല്ല. നീതി ചെയ്യണമെന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ ഇങ്ങോട്ട് നല്ല നിലക്കാണെങ്കിൽ അങ്ങോട്ട് നല്ല നിലക്ക്, അത് നീതിയാണ്. പക്ഷെ ബിർറുൽ വാലിദൈൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവർ നിർവഹിച്ചില്ലെങ്കിൽ പോലും മക്കൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കണം ഗുണം. അതിനാണ് ബിർറുൽ വാലിദൈൻ എന്ന് പറയാൻ കാരണം. വബിൽ വാലിദൈനി ഇഹ്സാന. കാരണം മാതാപിതാക്കളുള്ള ബന്ധം അങ്ങനെയാണ്. അവരിങ്ങോട്ട് നല്ലത് ചെയ്യട്ടെ, എന്നോട് ജ്യേഷ്ഠനോടും ഒരുപോലെ അല്ലല്ലോ ഉമ്മ പെരുമാറുന്നത്, വാപ്പ പെരുമാറുന്നത്, അതുകൊണ്ട് വാപ്പി ഉമ്മയൊക്കെ ലെവലാവട്ടെ, എന്നിട്ട് ഞാൻ നന്നായിക്കോളാം എന്ന് മക്കൾക്ക് പറയാൻ പാടില്ലാതാണ്. മാതാപിതാക്കൾ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ അവരോട് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്തുകൊണ്ടിരിക്കണം. അതിനാണ് ബിർറ്. അഅമാലുൽ ബിർ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് കൊടുക്കുന്നവരെ ബിർറ് നിങ്ങൾക്ക് കിട്ടുകയില്ല എന്ന് പറയുന്നിടത്തും ഈ ഒരു മഅന മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഹഖായത് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് ചെയ്തേ പറ്റൂ. അത് ചെയ്തില്ലെങ്കിലും അല്ലാഹു ഇത് ചെയ്യും. ഇതുപോലെ നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ സൗഹൃദങ്ങളിൽ, നമ്മുടെ കടപ്പാടുകളിൽ ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്നത് ഒരു പക്ഷേ ഖൈറൊന്നും ആയിക്കൊള്ളുന്നില്ല. പക്ഷെ നമ്മൾ അങ്ങോട്ട് ഖൈർ ചെയ്യുക, നമ്മൾ അങ്ങോട്ട് നന്മ ചെയ്യുക. ആ ഒരു കൺസെപ്റ്റിനാണ് ബിർറ് എന്ന് പറയുക. അഅമാലുൽ ബിർ ഇന്നക ലൻ തഖറുബ അലയ്യ ബിഅമലിൻ മിൻ അഅമാലിൽ ബിർരി ഖൈറിൻ ലക മിൻ അർറിദാ ബിഖളാഇ. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് അല്ലാഹുവിനോട് അടുക്കാൻ പറ്റുന്ന അമലുകളിൽ വെച്ച് ഏറ്റവും ബിഅമലിൻ ഖൈറിൻ ലക, ഏറ്റവും ഖൈറായൊരു അമൽ മിൻ അർറിദാ ബിഖളാഇ, എൻ്റെ ഖളാ തൃപ്തിപ്പെടലാണ്. അല്ലാഹു തആല പറയാം, അള്ളാഹിൻ്റെ ഖളാ തൃപ്തിപ്പെടലാണ് അള്ളാഹുലേക്ക് നമുക്ക് അടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ അമലുകളിൽപ്പെട്ടൊരു അമൽ. അള്ളാഹുവിൻ്റെ ഖളാ തൃപ്തിപ്പെടുക. ചില വിഷയങ്ങൾ, ചില അനുഭവങ്ങൾ, ചില ലൈഫ് എക്സ്പീരിയൻസുകൾ, അള്ളാഹുവിൻ്റെ ഇടപെടലുണ്ടാവും. ആ ഇടപെടലിൽ ഖൈറും ഷർറൊക്കെ ഉണ്ടാവും. എന്താണെങ്കിലും അർറിളാ ബിഖളാ ഇല്ല, അള്ളാഹുവിൻ്റെ ഖളാ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് പറയുമ്പോഴേ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ കഴിയുള്ളൂ. ആ ഒരു അമലിനേക്കാളും അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റുന്ന വേറൊരു അമലില്ല. അപ്പം നമുക്ക് കുറേ സുന്നത്ത് നിസ്കരിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല, പക്ഷെ അള്ളാഹിൻ്റെ ഖളാ കൊണ്ട് തൃപ്തിപ്പെടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ ഖളാ. നമുക്ക് ആദ്യമൊക്കെ ചില വിഷമവും ഷോക്കൊക്കെ ഉണ്ടാവും. തവക്കൽനാ അലല്ലാഹ്, അത് അള്ളാഹുലേക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞു. അത് പടച്ചവൻ്റെ ഒരു ഖളാ ആണ്. ആ ഖളായിൽ ഞാൻ പൊരുത്തപ്പെട്ടു റബ്ബേ, അതിൻ്റെ വരും വരായികൾ എന്തോ ആകട്ടെ, ആ ഖളായിൽ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു പടച്ചവനെ എന്ന് ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിഞ്ഞാൽ ആ മനുഷ്യൻ അള്ളാഹുലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വരുന്ന മുസീബത്തുകൾ, നമുക്ക് വരുന്ന നന്മകൾ, നമുക്ക് വരുന്ന ഏതെല്ലാം അനുഭവങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹുവിൻ്റെ ഖളായിലേക്ക് ചേർത്തിയിട്ട് സമാധാനിക്കാൻ കഴിയണം. വലൻ തഅതിയ ബിഅമലിൻ അഹ്ബത ലിഇഹ്സാനിക മിനൽ ബതർ. മുസനബിയെ പറഞ്ഞു കൊടുക്കണം, ഒരു മനുഷ്യൻ്റെ നന്മകളായ നന്മകൾ മുഴുവനും ചോർന്നു പോകാൻ കാരണമാകുന്ന ഒരു കാര്യം അൽ ബതർ, അഹങ്കാരമാണ്. അഹങ്കാരമാണ്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനോട് നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് പറയുമ്പോൾ ആ തെറ്റിനെ അംഗീകരിക്കാതിരിക്കുക, ഒരു മനുഷ്യൻ സ്വയം തിരുത്താതിരിക്കുക, ഒരു മനുഷ്യൻ ഒരു നന്മ കേൾക്കുമ്പോൾ ആ നന്മയെ സ്വീകരിക്കാതിരിക്കുക. ബത്തർ എന്ന് പറയുന്നത് ബത്തറുൽ ഹഖ്, നന്മയെ, സത്യത്തെ, നീതിയെ അംഗീകരിക്കാതിരിക്കുക. അതിനാണ് അഹങ്കാരം എന്ന് പറയാം. നന്മയെ എല്ലാ മനുഷ്യരും ലോകത്ത് അംഗീകരിച്ചേ പറ്റൂ. നീതി, സത്യം, ഇതിലാരും എക്സെപ്ഷനല്ല. എല്ലാവരെയും ഭരിക്കുന്നത് അതിലാണ്, നീതിയാണ്. അൽ ഹഖ്, സത്യമാണ്. അള്ളാഹുവിൻ്റെ അദാലത്തും ഹക്കും, ഈ രണ്ട് കാര്യങ്ങളാണ് മനുഷ്യരെ ഭരിക്കേണ്ടത്. അതിന് മനുഷ്യൻ കീഴൊതുങ്ങിയേ പറ്റൂ. മേ ബി വി മേക്ക് റോങ് ഡിസിഷൻസ്. നമ്മളെടുക്കുന്ന തീരുമാനം ചിലപ്പോൾ തെറ്റായിരിക്കാം, നമ്മളെടുത്ത ഒരു സ്റ്റെപ്പ് ഒരു പക്ഷേ തെറ്റായിരിക്കാം. പക്ഷേ അവിടെ അതിലെന്താണോ ഹക്ക്, എന്താണോ ആ ഹക്ക് നമ്മൾ വഴിപ്പെട്ടേ പറ്റൂ. ആ ഹക്ക് നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു പണി മനുഷ്യന് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഒരു മനുഷ്യൻ ചെയ്ത അമലുകൾ മുഴുവനും നഷ്ടപ്പെടാൻ കാരണമാകുന്നത് അൽ ബത്തർ, മനുഷ്യൻ്റെ അറോഗൻസ്, സ്റ്റബോൺ ക്യാരക്ടർ, മനുഷ്യൻ
വലിയ അറഗൻ്റായി മാറുന്നത്. ഞാൻ കേൾക്കൂല. ചില ആളുകളുണ്ട്, ആരെന്തിടപെട്ടാലും എത്ര വലിയ പള്ളി പ്രസിഡന്റ് വന്ന് മഹല്ല് പ്രസിഡന്റ് വന്ന് സംസാരിച്ചാലും ഞാൻ കേൾക്കൂല. അത് അഹങ്കാരമാണ്. ആ മനുഷ്യൻ്റെ അമലുകൾ അങ്ങ് ഇല്ലാണ്ടായി പോകും. മുസനബിയെ നിങ്ങൾ സൂക്ഷിക്കണേ. പൈസയ്ക്ക് വേണ്ടി മാത്രം നടക്കുന്ന ആളുകൾ, കാശുണ്ടാക്കുക എന്നതിനപ്പുറം അള്ളാഹുവിൻ്റെ പ്രീതിയോ പടച്ചവനെക്കുറിച്ചൊരു ചിന്തയോ ഒന്നുമില്ലാത്ത ആളുകളുണ്ടാവും. അത്തരം ആളുകളെ അവർക്ക് നിങ്ങൾ വഴിപ്പെടരുതേ. അവരുടെ ചൊൽപ്പടിയിൽ നിൽക്കരുത്. അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്ത് അവരെ ഇഷ്ടപ്പെടുത്തിയും അവരെ മയപ്പെടുത്തിയും അവരുടെ ഒരാളായിട്ടും നിങ്ങൾ നടക്കരുത് മുസനബിയെ. ഇദൻ അഅരിദു അൻക, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം തിരിക്കും. വഇയ്യാക അൻ തജൂദ ബിദീനിക ലിദുനിയാഹും, നിങ്ങളുടെ ദീൻ അവരുടെ ദുന്യാവിന് വേണ്ടി അടിയറ വെക്കരുത്. നിങ്ങളുടെ ദീൻ ദുന്യാവിന് വേണ്ടി അടിയറ വെക്കരുത്. ഇതൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? ഒരു കല്യാണം നടക്കുകയാണ്, ഒരു ഫുട്ബോൾ മാച്ച് നടക്കുകയാണ്, ഒരു മേള നടക്കുകയാണ്, ഒരു ഫെസ്റ്റിവൽ നടക്കുകയാണ്. നിങ്ങളവിടെ നിസ്കരിക്കില്ല. ദുഹറിൻ്റെ സമയമായി നിസ്കരിച്ചിട്ടില്ല, അശറായി നിസ്കരിച്ചിട്ടില്ല, മഗ്രിബായി നിസ്കരിച്ചിട്ടില്ല, ഇശ നിസ്കരിച്ചിട്ടില്ല. ഈ നിസ്കാരം നിങ്ങൾ മറക്കുക എന്ന് പറഞ്ഞാൽ ദുന്യാവിന് വേണ്ടി ദീനിനെ വിൽക്കുക എന്നതിനർത്ഥം. ഇതാണ് ഈ പറഞ്ഞതിനർത്ഥം. കല്യാണമുണ്ട്, വിവാഹമാണ്, പുതിയാപ്പിള മുതലിൻ്റെ നിസ്കാരമില്ല. കൂടെ പോണ കുപ്പായിട്ട് ഒരുങ്ങി നിൽക്കുന്ന പുതിയാപ്പിളിൻ്റെ ഒരേ കറുത്ത കുപ്പായിട്ടും ചുവപ്പ് കുപ്പായിട്ട് അവർക്ക് നിസ്കാരമില്ല. പുതിയണ്ണിനെ ഒരുക്കുന്നത് മേക്കപ്പെല്ലാം ഇട്ടുകൊണ്ടിരിക്കുന്നത്, ഈ മേക്കപ്പൊക്കെ ഓരോന്ന് കൊടുത്താൽ പോവില്ലേ? അപ്പോൾ അന്ന് കുട്ടിക്ക് നിസ്കാരമില്ല, ഇത് ഇട്ട് കൊടുക്കുന്നവർക്ക് നിസ്കാരമില്ല, വീട്ടിലെ പെണ്ണുങ്ങൾക്ക് നിസ്കാരമില്ല. പിന്നെ എങ്ങനെ അവിടെ ബർക്കത്തുണ്ടാവുക? അള്ളാഹുവിൻ്റെ അനുഗ്രഹം എങ്ങനെ ഉണ്ടാവും? പിന്നെ ഉസ്താമാരൊക്കെ വന്നിട്ട് അല്ലാഹുമ്മ ബാരിക് ലിഹാദൈനി സൗജൈൻ ബാറക്കല്ലാഹു ലക്കുമാ വ ബാറക അലൈക്കുമാ, ഇതൊക്കെ ദുഹർന്ന് ബാക്കിൽ ഗാനമേള. എന്ത് കാര്യം? അപ്പോൾ നമ്മൾ പ്രഹസനമാക്കുകയാണ്. ദീനിനെ ദുന്യാവിന് വേണ്ടി വിൽക്കുകയാണ്. അങ്ങനെ ദീനിനെ വിൽക്കുകയാണ് ദുന്യാവിന് വേണ്ടി. ആ പറഞ്ഞ അർത്ഥം ഇതാണ്. ഒരു ദുന്യാവിൻ്റെ ഒരു ലഹരിക്ക് മുമ്പിൽ നമ്മൾ ആഖിറത്തെ മറന്നുപോകുന്ന അവസ്ഥകൾ ഉണ്ടാകുക. അങ്ങനെ വരരുത്. ഇദൻ അഅരിദു അൻക, നിങ്ങളിൽ നിന്ന് ഞാൻ മുഖം തിരിക്കും മുസനബിയെ. വഇയ്യാക അൻ തജൂദ ബിദീനിക ലിദുനിയാഹും ഇദൻ ആമുറു അബ്വാബ റഹ്മതി അൻ തുഗ്ലഖ ദൂനക, എൻ്റെ റഹ്മത്തിൻ്റെ വാതിലുകൾ നിങ്ങൾക്ക് മുമ്പിൽ അടയണം എന്ന് ഞാൻ കൽപ്പന ചെയ്യും, അരുളി ചെയ്യും. നിങ്ങൾ ദീൻ ഒഴിവാക്കി നിങ്ങൾ ദുന്യാവിന് പോവുകയാണെങ്കിൽ. അപ്പോൾ യാത്രയിലാണെങ്കിൽ നിസ്കരിക്കേണ്ടി വരും, നിസ്കരിക്കണം. എൻ്റെ സമയമായാൽ ഒരു ഫംഗ്ഷനിലാണ് നിസ്കരിക്കണം, തിരക്കിലാണ് നിസ്കാരം കൈവിടാൻ പാടില്ല. നമ്മൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മുടെ നിസ്കാരവും ദീനും കൈവിടരുത്. അങ്ങനെ വരരുത് മുസനബിയെ. ഉദ്നുൽ ഫുഖറാ, മുസനബിയെ ഫുഖറാ മിസ്കീന്മാരെ നിങ്ങൾ അരികത്തേക്ക് ചേർത്ത് പിടിക്കണം. മിസ്കീന്മാരെ ചേർത്ത് പിടിക്കണം. പാവപ്പെട്ട ആളുകളുണ്ടാവും, ആ ആളുകളെ ചേർത്ത് പിടിക്കണം. നമുക്കൊന്നും അവർക്ക് പൈസ കൊടുത്തുകൊണ്ട് അവരെ ദാരിദ്ര്യം തീർക്കാനൊന്നും എല്ലാവരെ കൊണ്ടും കഴിഞ്ഞോളുന്നില്ല. പക്ഷേ അവരെ മനസ്സുകൊണ്ട് ചേർത്ത് പിടിക്കണം, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക, അവരെ സമാശ്വസിപ്പിക്കുക. വഖർരിബ് മജ്ലിസഹും മിൻക, നിങ്ങളുടെ മജ്ലിസിൽ അവർ അരികത്തിരിക്കണം, മിസ്കീന്മാരായ ആളുകൾ. കാരണം പൈസ ഉള്ള ആളുകളുടെ പൈസ കൊണ്ടൊരു പക്ഷേ അവർക്ക് മുന്നിൽ സീറ്റ് കിട്ടിയെന്ന് വരും. മിസ്കീന്മാർക്ക് ആരാ സീറ്റ് കൊടുക്കുക? ഹൃദയത്തിൽ അവർക്കൊരു ഒരു സ്ഥാനവും അവർക്കൊരു മൂല്യവും കൊടുക്കുന്നവർക്കല്ലേ അവരെ മുമ്പിലിരുത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് മിസ്കീന്മാരെ നിങ്ങൾ മുമ്പിലിരുത്തണം. വലാ തർക്കൻ ഇലാ ഹുബ്ബിദ് ദുനിയാ, ദുനിയാവിൻ്റെ ഹുബ്ബിലേക്ക് നിങ്ങൾ ചാഞ്ഞു പോകരുതേ. വലാ തർക്കൻ ഇലാ ഹുബ്ബിദ് ദുനിയാ, എവിടെയാണെങ്കിലും പൈസയാണ് വലുത് എന്ന ചിന്ത വരരുത്. ഇതാണ് വിഷയം. ദുന്യാവ് വേണം, അപ്പോഴേ നമുക്ക് കാര്യങ്ങൾ നടത്താൻ കഴിയൂ. അള്ളാഹുവിൻ്റെ പ്രീതി കിട്ടണമെങ്കിൽ, മക്കളെ പോറ്റണമെങ്കിൽ പൈസ വേണ്ടേ? അവരെ സ്കൂളിൽ പറഞ്ഞേക്കണ്ടേ? കോളേജിൽ പറഞ്ഞേക്കണ്ടേ? സമ്പത്ത് വേണം, കച്ചവടം ചെയ്യണം. അതിനെ സംബന്ധിച്ചല്ലേ പറയും. പക്ഷേ എനിക്ക് സമ്പത്ത് മതി, അതാണ് വലുത്, ആഖിറവും സ്വതക്ക കൊടുത്താൽ കൂലി കിട്ടും, അതൊക്കെ അവിടെയല്ലേ എന്ന് പറഞ്ഞ് സ്വതക്ക കൊടുക്കാതിരിക്കുക, പിഷ്കന്മാരായിട്ട് ജീവിക്കുക. അങ്ങനെ ആവരുത്. ദുന്യാവിനെ സ്നേഹിക്കരുത്, പൈസയെ സ്നേഹിക്കരുത്. അത് കയ്യിലുണ്ടായിക്കോട്ടെ, ആവശ്യമാണ്, അത് ആവശ്യമുള്ളിടത്ത് ചെലവഴിക്കാനുള്ളതാണ്. യാ മൂസ ഇബ്നു ഇമ്രാൻ, മൂസ നബിയെ, ഇമ്രാൻ എന്നവരുടെ മകനായ മൂസ നബിയെ, ഖുല്ലിൽ മുദ്നിബീന നാദിമീൻ അബ്ശിറൂ വഖുല്ലിൽ ആമിലീനൽ മുഅജബീന ഇഖ്സഊ. ഇത് ദീനിലെ ഒരു ഖായിദയാണ്, ഒരു നിയമമാണ് ഈ പറയുന്നത്. അതായത് തെറ്റ് ചെയ്തിട്ട് സങ്കടപ്പെടുന്ന ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇഷ്ടപ്പെട്ട ഒരാളാണ്. ആരെക്കാൾ? അമൽ സ്വാലിഹാത്ത് ചെയ്ത് അഹങ്കാരം കൊണ്ട് നടക്കുന്ന ആളെക്കാൾ. ആമിലീനൽ മുഅജബീൻ,
ഒരാൾ വിചാരിക്കുക ഞാനിപ്പോൾ കാര്യമായ ഒരു തെറ്റും ചെയ്യുന്നില്ല, ഞാൻ കണ്ണ് ചിമ്മി നടക്കുന്ന ആളാണ്, ഞാനൊരു അനാവശ്യ കാണാൻ പറ്റാത്തത് നോക്കുന്നില്ല, കാണുന്നില്ല, ഞാനൊരു ഗീബത്തും നമീമത്തും പറയുന്നില്ല, ഞാനിവിടെ ഞായറാഴ്ച സ്വലാത്തിന് വരുന്നുണ്ട്, ഖുർആൻ ക്ലാസ്സിന് വരുന്നുണ്ട്, ഹദീത്ത് ക്ലാസ്സിന് വരുന്നുണ്ട്, മജ്ലിസിൽ വരുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, ഖത്മുൽ ഖുർആൻ പങ്കെടുക്കുന്നുണ്ട്, ഞാൻ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾ, എനിക്കിപ്പോൾ സ്വർഗം കിട്ടിയ ആർക്കാ സ്വർഗം കൊടുക്കുക പഠിച്ചവൻ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനേക്കാളും അള്ളാഹുവിനിഷ്ടം ജീവിതത്തിൽ ചെയ്തു പോയൊരു തെറ്റിനെ ഓർത്ത് സങ്കടപ്പെട്ട് തൗബ ചെയ്ത് മടങ്ങി ആ സങ്കടത്തെ ഓർത്ത് ആ ഒരു തെറ്റിനെ ഓർത്ത് വീണ്ടും സങ്കടപ്പെട്ട് അള്ളാഹുലേക്ക് മനസ്സുകൊണ്ട് മടങ്ങുന്ന, തിന്മയെ ഓർത്ത് സങ്കടപ്പെടുന്ന ഒരു മനുഷ്യനാണ് താൻ ചെയ്ത അമലിൽ അഹങ്കാരപ്പെടുന്ന ഒരു മനുഷ്യനേക്കാളും അള്ളാഹുവിനിഷ്ടം. എൻ്റെ മാന മനസ്സിലായില്ലേ? എന്ന് വിചാരിച്ച് തെറ്റ് ചെയ്യണമെന്നല്ല, തെറ്റ് മനുഷ്യന് സംഭവിച്ചു പോകും. മനുഷ്യൻ അങ്ങനെയാണ്, മനുഷ്യൻ മലക്കല്ല. ഒരു മനുഷ്യനെ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഒരാളെ കളിയാക്കാൻ തുടങ്ങിയാൽ ആ ചെയ്ത മനുഷ്യൻ്റെ തെറ്റെന്താണോ അതേ തെറ്റ് നിങ്ങൾ ചെയ്തിരിക്കുന്നതാണ്. ഒരു പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് മാപ്പ് കൊടുക്കുകയും വയബ്സലീക ബിഹി, അല്ലാഹു തആല ആ മനുഷ്യനെ ആ തെറ്റിൽ നിന്ന് കരകയറ്റുകയും കളിയാക്കിയ നിങ്ങളെ അതേ തെറ്റിൽ അല്ലാഹു പെടുത്തുകയും ചെയ്യുന്ന, ഇതെപ്പോഴും മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഒരാൾ കള്ളുകുടിച്ചു, അല്ലെങ്കിൽ വ്യഭിചരിച്ചു വിചാരിക്കുക, അല്ലെങ്കിൽ വല്ല കൊലപാതകം ചെയ്തു, ഒരു മയക്കുമരുന്നിനടിമയായി, ഇതിങ്ങനെ പറഞ്ഞു കിടക്കുക 24 മണിക്കൂർ ഇതന്നെ പറയുന്നവരുടെ മുഴുവനും ആ ഒരു മനുഷ്യനെക്കുറിച്ച് പറയുമ്പോൾ അയാളുടെ എന്തെല്ലാം നന്മകളുണ്ടെങ്കിലും അതൊന്നും പറയില്ല, ഈ കാര്യം മാത്രം. എന്നാലും അയാൾ ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചു, ഈ തെറ്റ് ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു. ഒരു മനുഷ്യൻ എന്തെല്ലാം നന്മകളുണ്ടാവും. ഒരു മനുഷ്യൻ നിങ്ങൾ ആ തിന്മയാണ് കാണുന്നതെങ്കിൽ ആ തിന്മ നിങ്ങളിലോ നിങ്ങളുടെ മക്കളിലോ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും, അത് തെറ്റാണെങ്കിൽ. അതുകൊണ്ട് ആരെയും ഒരു തെറ്റ് പറഞ്ഞുകൊണ്ട് കളിയാക്കരുത്, പരിഹസിക്കാൻ പാടില്ല. കാരണം ഇതൊക്കെ ഇബ്തിലാഇന്റെ ലോകമാണ്, ഇത് പരീക്ഷണത്തിൻ്റെ ലോകം. ഇവിടെ ആരും പെർഫെക്റ്റ് അല്ല. നമ്മൾ ഇന്ന് പെർഫെക്റ്റാണ്, നാളെ ഇംപെർഫെക്റ്റായിട്ട് മാറിയേക്കാം, മറ്റന്നാൾ മാറിയേക്കാം, അത് കഴിഞ്ഞ് പെർഫെക്റ്റായി തിരിച്ചു വന്നേക്കാം. ഇതൊക്കെ അള്ളാഹുവിനെ അറിയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആജാലുകളും അമാലുകളും അർസാക്കുകളും അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മൂസ നബിയെ ഖുല്ലിൽ മുദ്നിബീന നാജിബീൻ, സങ്കടപ്പെട്ട് കരയുന്ന തെറ്റ് ചെയ്തു പോയ ആളുകളോട് പറയണേ, അബ്ശിറു, നിങ്ങൾ സന്തോഷിച്ചോളൂ. വഖുല്ലിൽ ആമിലീനൽ മുഅ്ജബീന ഇഖ്സഉ, കർമ്മങ്ങൾ ചെയ്ത് അമലുകൾ ചെയ്തിട്ട് അഹങ്കാരത്തോടുകൂടെ നടക്കുന്നവരോട് പറയണേ, ഇഖ്സഉ, നിങ്ങൾ നാണം കെട്ടുപോകട്ടെ എന്ന് പറയണമേ എന്ന് അല്ലാഹു കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനോട് പറയാം. സുബ്ഹാനല്ലാഹ്. ഇതിൽ വലിയൊരു മാനയുണ്ട്. ആ മാന നമ്മൾ ഉൾക്കൊള്ളുക. മുദ്നിബീങ്ങളോട് റഹ്മത്ത് വേണമെന്ന, കരുണ, തെറ്റ് ചെയ്ത ആളുകളോട് കരുണ വേണമെന്നാണ്. കരുണ, കളിയാക്കലല്ല. കളിയാക്കിയോണ്ട് എന്താ കിട്ടുക? ഗീബത്ത് കിട്ടും, നമീമത്ത് കിട്ടും. നിങ്ങൾ ചെയ്ത അമൽ സ്വാലിഹാത്ത് മുഴുവൻ മനുഷ്യന് പോവുകയും ചെയ്യും. വട്ട പൂജയായിട്ടുണ്ടാവും അക്കൗണ്ട്, അറിയില്ല. ഞാൻ ഒക്കെ ചെയ്ത ആൾ, ഞാൻ തഹജ്ജുദുണ്ടല്ലോ, അതുണ്ടല്ലോ, ഇതുണ്ടല്ലോ. ഒരു മനുഷ്യന് ഇഷ്ടപ്പെടാത്തൊരു കാര്യം നിങ്ങൾ പറയുകയോ അത് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുകയോ അത് നിങ്ങൾ കളിയാക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അമൽ ആ മനുഷ്യന് പോയി കഴിഞ്ഞു. എത്ര ആഘാതം ആ മനുഷ്യനുണ്ടാക്കുന്നുണ്ടോ, ആ ആണിനോ പെണ്ണിനോ അതുകൊണ്ട് വിഷമുണ്ടാക്കുന്നുണ്ടോ, കേട്ടുകഴിഞ്ഞാൽ വിഷമുണ്ടാകുമോ, അത്രയും നിങ്ങളുടെ അമലിൻ്റെ ഒരു പോർഷൻ ആ മനുഷ്യൻ്റെ അക്കൗണ്ടിലേക്ക് പോയി കഴിഞ്ഞു. അതാണ് ഈ ലോകത്ത് മുഅ്മിനീങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു സൗഭാഗ്യം. അതാ, മുഅ്മിനീങ്ങളെ മനുഷ്യന്മാർ കളിയാക്കും, പരിഹസിക്കും, കുത്തുവാക്ക് പറയും, ഗീബത്ത് പറയും, നമീമത്ത് പറയും. അതൊക്കെ അക്കൗണ്ടിലേക്കുള്ള വരവുകളാണ്. എന്തിനാ വിഷമിക്കുന്നത്? നമ്മളെ കൂടെ അത്രയൊന്നും ചെയ്തു കൂട്ടാൻ പറ്റൂല അമലുകളൊന്നും. അപ്പോൾ ഇങ്ങനെ 4 ആൾ പറഞ്ഞിട്ടെങ്കിലും കിട്ടുകയാണെങ്കിൽ അൽഹംദുലില്ലാ, അങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ കഴിയുമെന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമല്ലേ. ഒരു പണിയെടുക്കണം, നിന്നെടുത്താൽ മതി, അവരങ്ങനെ എറിഞ്ഞോളൂ. പറയണ്ടല്ലോ, പല കാര്യങ്ങളും അങ്ങ് പറഞ്ഞു നടന്നോളൂ. അപ്പം റാഹത്തായിട്ട് അള്ളാഹിൻ്റെ അടുത്ത് കഴിച്ചിലായി പോകാം. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്. അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഒരു സ്ഥലത്തുകൂടെ പോകുമ്പോൾ ഒരു മനുഷ്യനെ പിടിച്ചിട്ട് കുറേ ആൾക്കാർ തല്ലുന്നുണ്ട്. അപ്പോൾ മഹാനവർ ചോദിച്ചു, അല്ല എന്തേ പ്രശ്നം? അപ്പോൾ പറഞ്ഞു, അദ്നബ ദംബൻ അദീമ, വലിയൊരു തെറ്റ് ഇയാൾ ചെയ്തിട്ടുണ്ട്, അപ്പം ഞങ്ങൾ ഇയാൾ അടിക്കുകയാണ്. അപ്പം മഹാൻ ചോദിച്ചു, അടി നിർത്തി. എല്ലാവരും അടിയൊക്കെ നിർത്തി, അറ്റൻഷനായി നിൽക്കുകയാണ്. ഈ മനുഷ്യൻ ഒരു കിണറ്റിൽ വീണെന്ന് വിചാരിക്കുക, തെറ്റൊക്കെ പോട്ടെ, ആ മനുഷ്യൻ കിണറ്റിൽ വീണ് കിടക്കാന്ന് വിചാരിക്കുക. ഒരു മൃഗം, ഒരു കാളയോ ഒരു പോത്തോ ഒരു ആടുംകുട്ടിയോ വെള്ളത്തിൽ ഒലിച്ചു പോകുമ്പോൾ എന്ത് ചെയ്യും? കാണുന്നവർ ഒരു കയറിട്ടിട്ടെങ്കിൽ അതിനെ കരക്ക് പിടിക്കാൻ വേണ്ടി നോക്കൂലേ? നമുക്കറിയില്ലേ, ഒരു ജീവിയോട് നമ്മൾ കരുണ കാണിക്കൂലേ? അത് ഇനി ഒരു ചെറുപ്പക്കാരൻ, ഒരു ടീനേജറാണെന്ന് വിചാരിക്കുക, ഒലിച്ചു പോവുകയാണ് വെള്ളത്തിൽ. പറ്റുന്ന ആളുകൾ ഇറങ്ങിയിട്ട് ആ കുട്ടിയെ രക്ഷിക്കൂലേ?
അപ്പോൾ ആലോചിക്കോ, ഇപ്പം ഇങ്ങനെ ഡ്രഗ് അടിക്കുന്ന ആളാണോ, ഇപ്പം വാപ്പാനും ഉമ്മാനും നോക്കുന്ന ആളാണോ അല്ലേ ഈ കഥയൊക്കെ നോക്കിയിട്ട് രക്ഷിക്കുക? അല്ലല്ലോ. നിങ്ങൾ ആ മനുഷ്യനെ രക്ഷിക്കൂലേ? ഇതുപോലെ ഒരു കിണറ്റിൽ വീണ ഒരു മനുഷ്യനെ നിങ്ങൾ രക്ഷിക്കുന്ന പോലെ നിങ്ങൾ ഈ മനുഷ്യൻ തെറ്റെന്ന് പറയുന്ന ഒരു കിണറ്റിൽ വീണതാ, ആ മനുഷ്യനെ തല്ലിക്കൊല്ലുകയാണോ ചെയ്യേണ്ടത്? അയാൾ അവിടെ നിന്ന് ആ കിണറ്റിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്ത്. എങ്ങനെ? അള്ളാഹിനോട് തൗബ ചെയ്യാൻ വേണ്ടി പറയും, അള്ളാഹുവിനോട് തൗബ ചെയ്യട്ടെ, ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കിൻ. ആ മനുഷ്യനോട് ഹസനാത്ത് ചെയ്യാൻ വേണ്ടി, ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യിആത്ത്, നിങ്ങൾ ചെയ്യുന്ന നന്മകൾ നിങ്ങളുടെ തിന്മകളെ മായ്ച്ചു കളയും. അപ്പോൾ അയാൾ കുറേ നന്മ ചെയ്യട്ടെ, ഖുർആൻ ഓതാൻ വേണ്ടി പറയും, ഒരു ഉംറ ചെയ്യട്ടെ, ഹബീബായ തങ്ങൾ പോയി സിയാറത്ത് ചെയ്യട്ടെ, മഹാന്മാരെ പോയിട്ട് സിയാറത്ത് ചെയ്യട്ടെ, സ്വാലിഹീങ്ങളോട് ദുആരപ്പിക്കട്ടെ, അവരുടെ അടുത്ത് പൊരുത്തം വാങ്ങിക്കട്ടെ. ഇങ്ങനെ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നല്ല കാര്യങ്ങൾ അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കിൻ. എന്നല്ലാതെ ഇയാളെ തല്ലിയിടുള്ള കാര്യമുണ്ടോ? നിങ്ങൾ ഇയാളെ തല്ലിക്കൊല്ലുകയാണോ? ഇതാണോ ചെയ്യേണ്ടത്? ഈ മനുഷ്യനൊരു കിണറ്റിൽ വീഴുകയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുത്തൂലേ? എന്നാൽ ഇയാൾ തിന്മയുടെ ഒരു കിണറ്റിലാണ് വീണത്, അയാൾ നിങ്ങൾ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ റിഫ്ഖൻ ബിൽ മുദ്നിബീൻ. അതാണ് സ്വാലിഹീങ്ങളുടെ കാഴ്ചപ്പാട്. തെറ്റ് ചെയ്ത് നടക്കുന്ന ആളുകളോട് ഒരു റിഫ്ഖ് തോന്നുകയാണ്. ഇത് ഇസ്ലാമിക ശരീഅത്തിന്റെ ഒരു ഹൈ ലെവൽ തിങ്കിങ് ആണ്. അവരൊന്നും ഇപ്പോൾ ഒരു തെറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ, ഇപ്പോൾ മഹാനായ തിബറ്റ് ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി, അള്ളാഹുവിൻ്റെ ഖബറും സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ, നമ്മൾ കണ്ട മഹാനാണ്. ഉസ്താദിൻ്റെ ചില തസറുഫാത്ത് എന്നൊക്കെ മനസ്സിലാവും. ഒരു മനുഷ്യനെങ്ങനെ നോക്കിയിട്ടൊക്കെ ഉസ്താദിന് ചില സമയത്തൊക്കെ പറയുന്ന ചില ഫിറാസത്തുകൾ വളരെ കൃത്യമായിരിക്കും. അപ്പോൾ എത്രയോ ചെറുപ്പക്കാർ അല്ലാത്തവരും ഉസ്താദന്മാരും ചാലിമീങ്ങളും സാധാരണക്കാരും ഒക്കെ മഹാനവരുടെ അടുത്ത് വരും. ഒരു പക്ഷേ അതിൽ വരുന്നൊരു കള്ളു കുടിച്ച് വരുന്ന മനുഷ്യന്മാരുണ്ടാവില്ലേ, തോന്നിവാസം ചെയ്ത് വരുന്നവരുണ്ടാവും, തെറ്റ് ചെയ്ത് ഉമ്മയുടെ വാപ്പയോടും പിണങ്ങിയിട്ട് കൊല്ലങ്ങളായിട്ടുണ്ടാവും. ഇങ്ങനത്തെ ആളുകളൊക്കെ ആ മഹാന്റെ സദസ്സിൽ വരും. പക്ഷേ ഒരാളോടും കാമ ഉസ്താദ് നിങ്ങൾ ഇന്നെ തെറ്റ് ചെയ്ത് നടക്കുന്ന മനുഷ്യനല്ലേ, നിങ്ങൾ ഇങ്ങനെയൊക്കെ കുരുത്തക്കേടുള്ള ആളല്ലേ എന്നൊരു വാക്ക് ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല എന്നാ. അതെന്തേ? റഹ്മത്താണ്. ആ മനുഷ്യൻ വന്നത് ഒരു ഖൈറായ സദസ്സിലേക്കാണ്. കള്ളുടിയന്മാരുടെ അടുത്തേക്ക് പോകായിരുന്നല്ലോ അയാൾക്ക്, അതിന് പകരം അവിടെ പോകാതെ ഇവിടെ വന്നത് എന്തിനാ? അള്ളാഹു ആ മനുഷ്യനിൽ ഒരു റഹ്മത്ത് ഉദ്ദേശിച്ചുകൊണ്ടല്ലേ സ്വാലിഹീങ്ങളിരിക്കുന്ന സദസ്സിലേക്ക് വരുന്നത്. അത് അള്ളാഹു ചെയ്ത് തൗഫീഖല്ലേ. നിങ്ങളിവിടെ വന്നിരുന്നു, നിങ്ങൾ ഈ സദസ്സിലേക്ക് വരുന്നത് അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചിട്ടാണ്. അല്ലെങ്കിൽ എവിടെയല്ല എന്തൊക്കെ ഫംഗ്ഷന്, എന്തൊക്കെ ഓട്ടവും ചാട്ടവും കളിയൊക്കെ നടക്കുന്നുണ്ട് ലോകത്ത്, അവിടെ പോയിക്കൂടായിരുന്നോ? ഒന്നുമില്ല, മൊബൈൽ ഫോണാക്കി ഇങ്ങനെ റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ എന്തൊക്കെ മനുഷ്യന് എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്നുണ്ട്. അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഇവിടെ വന്നത് എന്തിനാ? അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി വന്നതാ. അതുകൊണ്ട് അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പാക്കി കൊടുക്കും. അങ്ങനെ വന്ന ഒരാളെ പിന്നെ നമ്മൾ വിഷമിപ്പിക്കാൻ പാടുണ്ടോ? അയാൾ വന്ന് നന്നാവാനാ, പിന്നെ ആ മനുഷ്യനെ കുറ്റപ്പെടുത്താൻ പാടുണ്ടോ? ചെയ്യാൻ പാടില്ല. ആരും എങ്ങനെ മുദ്നിബീങ്ങളോട്, തെറ്റ് ചെയ്ത ആളുകളോട് റഹ്മത്ത് കാണിക്കുക എന്ന് അത് നമ്മൾ പണ്ട് മഹാനായ മഅറൂഫുൽ ഖർഹി തങ്ങളുടെ ഒരു പ്രാർത്ഥനയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മഅറൂഫുൽ ഖർഹി തങ്ങൾ അല്ലേ ആ ബോട്ട് പോകണല്ലോ മുക്കിത്താഴത്തിനെ എന്ന് പറഞ്ഞപ്പോൾ മഹാൻ ദ്വാരുന്നിട്ടില്ല. ദ്വാരുന്നത് എന്താ? അള്ളാഹുവേ ദുന്യാവിൽ സന്തോഷം കൊടുത്ത പോലെ ആഖിറത്തിലും സന്തോഷം കൊടുക്കണമേ. അത് ആരിഫീങ്ങളുടെ രീതിയാണത്. അതിനങ്ങേയറ്റ. അല്ലാത്തവരൊക്കെ എന്ത് ചെയ്യുന്നവരോ, എന്നെ ചീത്ത പറഞ്ഞ പോലെ പഠിച്ചോനെ മുക്കിത്താത്തനെ, എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ അങ്ങനെ ആക്കണേ ഇങ്ങനെ ആക്കണേ, അങ്ങനെയൊന്നും പറയരുത്. മുഅ്മിനീങ്ങൾ സ്വാലിഹീങ്ങളും ആലിമീങ്ങളും എന്ന് പറയുന്ന ആരിഫീങ്ങളായ ആളുടെ മനസ്സ് ഭയങ്കര വിശാലമായിരിക്കും. അവർക്ക് വിശാലമായൊരു ലോകത്തെ ഉൾക്കൊള്ളാൻ കഴിയും. ആ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഹൃദയ വിശാലത റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി എന്ന് മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങിയത് അതാണ്. ഈ ലോകം അങ്ങനെ വെറും മലക്കുകളെ പോലെ ജീവിക്കുന്ന മനുഷ്യന്മാർ മാത്രമുള്ളൊരു ലോകം അങ്ങനെ ഉണ്ടാവില്ല. ഇവിടെ നമുക്ക് ഇടങ്ങറുണ്ടാക്കുന്നവരുണ്ടാവും, നമ്മളെ വിഷമിപ്പിക്കുന്നവരുണ്ടാവും. നമ്മൾ ഒരു ഉപദ്രവം അങ്ങോട്ട് ചെയ്തിട്ടില്ല, പക്ഷേ ഇങ്ങോട്ട് കിട്ടുന്നൊക്കെ ഉപദ്രവമായിരിക്കും. നമ്മൾ അവർ ഒരു ബന്ധം, ഒരു പ്രശ്നമില്ല, പക്ഷേ ഇങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടാവും. ഈ ദുന്യാവ് അങ്ങനെയാണ്, ഈ ലോകം അങ്ങനെയാണ്. അത് അതിൻ്റെ വഴിക്ക് വിട്ട മിണ്ടാണ്ട. കണ്ടില്ല കേട്ടില്ല എന്ന് വിടുക, കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞു വിടുക. അവർക്ക് വേണ്ടി ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്യുക. പടച്ചോനെ ഹിദായത്ത് കൊടുക്കണേ, പടച്ചോനെ അള്ളാഹു നീ നല്ല ബുദ്ധി കൊടുക്കണമേ, പടച്ചോനെ നന്നാക്കി കൊടുക്കണമേ. എന്ത് ചെയ്യാനാ എന്ന് ചിന്തിക്കുക. മഅറൂഫുൽ ഖർഹി തങ്ങളെന്ന് അന്ന് ദുആ ചെയ്തങ്ങനെ, അല്ലാഹുമ്മ കമാ ഫറഹ്തഹും ഫിദ് ദുനിയ ഫഫർരിഹും ഫിൽ ആഖിറ. ആ ചരിത്രം ഓർമ്മയുണ്ടല്ലോ അല്ലേ? ദിജ്ല നദിയിൽ കള്ളു കുടിച്ചിട്ട് മരവിഷ്കരിക്കാതെ ഒരു ബോട്ടിലൂടെ ആളുകൾ ഉന്മാദ ചിത്തരായി, ആനന്ദ തുന്നിലരായി, ഡാൻസ് കളിച്ച്, പാട്ടുപാടി, കള്ളു കുടിച്ച്, വിളക്കും കത്തിച്ച്. അന്നത്തെ ദുബൈ എന്ന് പറഞ്ഞാൽ ദിജ്ലയാണ്, ഇറാഖാണ്. അന്നത്തെ ദുബൈ ബഗ്ദാദാണ്. അത്രയും അഡ്വാൻസ്ഡായിട്ട് ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് കച്ചവടക്കാർ വന്നിരുന്ന, ലോകത്തെ
ഫുട്പാത്തുകളൊക്കെ ഇൻ്റർലോക്ക് ചെയ്തിരുന്ന നാടാണത്. എത്ര 1000 വർഷങ്ങൾക്ക് മുമ്പ്. അത്രയും വലിയ ഒരു സാംസ്കാരിക പൈതൃകമുള്ള നാടാണത്. അപ്പോൾ അവിടെ ഈ അപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, അഡ്വാൻസ്മെൻറ്റ് വരുമ്പോൾ അവിടെ അടിച്ചുപൊളിയും കൂടും, അതിൻ്റെ കൂട്ടത്തിൽ വരും. അങ്ങനെ ചെത്തിപ്പൊളിച്ച് നടക്കുന്നവർ യോയോ കളി എന്നൊക്കെ പറയില്ലേ, അന്നത്തെ ചെറുപ്പക്കാർ അങ്ങനെ നടക്കുമ്പോഴാണ് മഹാനായ മഅറൂഫുൽ ഖർഹി എന്ന് പറഞ്ഞ ലോകപ്രശസ്തനായ ദുആക്ക് ഇജാബത്തുണ്ടായിരുന്ന മഹാൻ, ദ്വാരുന്ന അപ്പുത്തരം കിട്ടും, അങ്ങനത്തെ മഹാനാണ് മഅറൂഫുൽ ഖർഹി റഹ്മത്തുള്ളാഹി അലൈഹി. ഇറാഖുകാരനാണ്. മഹാനവരോട് ദ്വാരക്കാൻ വേണ്ടി പറയാം, അവർ ഈ ബോട്ടിലെ മുഴുവൻ ആളുകളൊന്നും മുങ്ങിയാൽ ഇവിടുത്തെ പ്രശ്നം തീരുന്നു. അപ്പം അങ്ങനെ പറയും ചില ആളുകൾ. ഒരു സംഘാൾക്കാർ ഒരുമിച്ച് അവിടെ വല്ലതും വീണാൽ ഏറ്റവും തീർന്നാൽ പിന്നെ ലോകം നന്നായേനെ. അവിടെ നിന്നൊന്നും വീഴൊന്നുമില്ല, അതങ്ങനെ ഉണ്ടാവും. അങ്ങനെ വീഴാൻ വേണ്ടി തുറന്നിട്ടൊന്നും കാര്യമില്ല. ദുനിയാവ് അങ്ങനെയാണ്. അല്ലാഹു ഖൈറും ഷർറും ഒരുമിച്ച് കൊണ്ടുപോകുള്ളൂ. ഇവിടെ മഅറൂഫുൽ ഖർഹി ഞങ്ങൾ ദ്വാരക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു, അന അദ്ഉ ഫഅമ്മിനു, ഞാൻ ദ്വാരക്കാണ്, നിങ്ങൾക്ക് ആമീൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വിചാരിച്ചതാ ആ ബോട്ട് ഇപ്പത്താവും വെള്ളത്തിൽ, ഇപ്പം മുങ്ങിത്താവും താഴും. അങ്ങനെ ഒരു പ്രാർത്ഥന കഴിവുള്ള മഹാനാണ്. അള്ളാഹു ഉത്തരം കൊടുക്കും. അങ്ങനത്തെ ലിസാനാണ് മഹാനവറുകളുടേത്. മഹാൻ ദുആ ചെയ്തു. എല്ലാവരും ഇങ്ങനെ ആമീൻ പറയാൻ അങ്ങനെ കാത്തിരിക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ മുഖ്യതാത്തനെ എന്നാണ് പറയുന്നത് എന്നാണ് വിചാരിച്ചത്. മഹാൻ എന്താ പറയുന്നത്? അല്ലാഹുമ്മ കമാ ഫർറഹ്തഹും ഫിദ്ദുനിയ ഫഫർരിഹും ഫിൽ ആഖിറ വസല്ലല്ലാഹു വസല്ലം. ഇവരൊക്കെ അന്തവിട്ടോ, എന്തിനാ ആമീൻ പറയാം? പടച്ചവനെ, ഈ ദുന്യാവിൽ നീ അവരെ സന്തോഷിപ്പിച്ചതുപോലെ നാളെ ആഖിറത്തിലും സന്തോഷിപ്പിക്കണമേ. ആഖിറത്തിലും സന്തോഷിപ്പിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലായി ദുന്യാവിൽ എന്ത് സന്തോഷമാണ് അവർക്കുണ്ടാവാൻ മഹാൻ ഉദ്ദേശിച്ചത്. ആഖിറത്ത് രക്ഷപ്പെടണമെങ്കിൽ ദുന്യാവിൽ അള്ളാഹ് പറഞ്ഞ പോലെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ ഈ മക്കളെ നന്നാക്കണേ പഠിച്ചവനെ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം അങ്ങ് കുരുത്തക്കേട് കളിച്ചിട്ട് ഇവർക്ക് സ്വർഗം കൊടുക്കണേ നല്ലത് വരുന്നത്. അള്ളാഹുവേ, ഇവർക്ക് ദുന്യാവിൽ സന്തോഷിക്കാൻ അവസരം കൊടുക്കുകയാണെങ്കിൽ ആഖിറത്തിലും സന്തോഷിക്കാൻ അവസരം കൊടുക്കണം എന്ന് പറഞ്ഞാൽ നീ ഇഷ്ടപ്പെടുന്ന ഹലാലിലുള്ള സന്തോഷം അവർക്ക് കൊടുക്കണമേ, ഇവരൊക്കെ നന്നാക്കണമേ. ഒരിക്കലും അവരെ മുഖ്യതാഴ്ത്താൻ വേണ്ടി വരുന്നില്ല എന്നാണ് റസൂലുള്ളാഹി തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉസ്ലൂബും അങ്ങനെയാണ്. ത്വായിഫുകാരോട് അവർക്കെതിരെ ദുആ ചെയ്യാൻ ഇൻശിഅത ഉത്ബിഖു അലൈഹിമുൽ അഖ്ശബൈൻ, ഈ 2 മാമലകൾക്കിടയിലുള്ള ഭാഗം അവരെ ത്വായിഫുകാരെ മാത്രമല്ല എന്നാ മക്ക ഖുറൈശികൾ അടക്കം അതിൽ പെടും. കാരണം അത് അത്രയ്ക്കുള്ളൂ, ചെറിയൊരു നാടാണ്. ആ മലകൾ 2 അമർന്നു കഴിഞ്ഞാൽ മക്കയും തകർന്നടിയും, ഖുറൈശികളും അതിൽ നശിച്ചു പോകും. അങ്ങനെ ഒരു പരീക്ഷണം, അങ്ങനെ ഒരു ശിക്ഷ കൊടുക്കാൻ ഒരു സമ്മതം തരണേ എന്ന് പറയുമ്പോൾ ഹബീബിൻ്റെ ലഅല്ലല്ലാഹു യുഖ്രിജു മിൻ അസ്ലാബിഹിം, അവരുടെ മക്കളിൽ നിന്നൊരു വിഭാഗം ആളുകൾ മൻ യുഅ്മിനു ബിഹാദദ്ദീൻ, ഈ ദീനിൽ വിശ്വസിക്കുന്ന ആളുകൾ അവരുടെ മക്കളുടെ മക്കളിലോ വരികയാണെങ്കിൽ അതല്ലയോ നമുക്ക് ഖൈർ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ ഫതഅജ്ജല കുല്ലു നബിയ്യിൻ ബിദഅവതി വഇന്നി ഇഖ്തബഅതു ദഅവതി ശഫാഅതൻ ലിഉമ്മതി. ഈ ദുനിയാവിൽ എല്ലാ നബിമാർക്കും ഒരു വീറ്റോ പവർ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ദുആ അള്ളാഹു സാങ്ഷൻ ചെയ്യുമെന്ന് ഉറപ്പിച്ചു കൊടുത്ത ഒരു ദുആ കൊടുത്തിട്ടുണ്ട് എല്ലാ നബിമാർക്കും ഒരു ചോദ്യം. ആ ചോദ്യം ഉറപ്പായിട്ടും അള്ളാഹു കൺമുമ്പിൽ നടപ്പിലാക്കി കൊടുക്കും. ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ, എല്ലാ നബിമാർക്കും ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. ഫതഅജ്ജല കുല്ലു നബിയ്യിൻ ബിദഅവതിഹി, എല്ലാ നബിമാരും ആ പ്രാർത്ഥന ദുനിയാവിൽ വെച്ച് ദുആ ചെയ്തു കഴിഞ്ഞു. എൻ്റെ ആ ദുആയാ നൂഹ് നബി ദുആ ചെയ്തത്, ലാ തദർ മിനൽ കാഫിരീന ദയ്യാറ, അള്ളാഹു ഇനി ആരും വെച്ചേക്കേണ്ട പടച്ചോനെ. അങ്ങനെ വെള്ളപ്പൊക്കം വരുന്നത്. സ്വാലിഹ് നബി ദുആ ചെയ്തപ്പോൾ അങ്ങനെ ഉണ്ടായി. യൂനുസ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. ഹൂദ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. ദാവൂദ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. ജാലൂത്തിൻ്റെയും താലൂത്തിൻ്റെയും യുദ്ധം നടക്കും. ഇങ്ങനെ തുടങ്ങി അമ്പിയാക്കന്മാർ ഓരോരുത്തരും ദുനിയാവിൽ ഉപയോഗിച്ചു കഴിഞ്ഞു എന്നാ. വഇന്നി ഇഖ്തബഅതു ദഅവതി ശഫാഅതൻ ലിഉമ്മതി, എൻ്റെ ഉമ്മത്തികൾക്ക് മുഴുവൻ പുറത്തു കൊടുക്കണേ എന്ന് നാളെ അള്ളാഹുവിനോട് ചോദിക്കാൻ വേണ്ടി എൻ്റെ ദുആ ഞാൻ നാളത്തേക്ക് മാറ്റിവെച്ചതാണ്. ഞാനിവിടെ ചോദിച്ചിട്ടില്ല അള്ളാഹുവിനോട്, ആ ദുആ ഞാനിവിടെ എടുത്തിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിൻ്റെ റഹ്മത്താണത്. പുണ്യ നബി ഞങ്ങൾ അവിടുത്തെ ഉമ്മത്തികൾക്ക് അള്ളാഹുവെ പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ വേണ്ടി ആ ദുആഇനെ ഹബീബായ തങ്ങൾ മാറ്റിവെച്ചു എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.
اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. كان موسى عليه السلام إذا كلمه الله عز وجل يرى النور على وجهه 3 أيام ولم يتعرض للنساء منذ كلمه. സയ്യിദന മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സീനാമലയിൽ വെച്ച് സംസാരിച്ചു, അല്ലാതെയും അമ്പിയാക്കന്മാർ അള്ളാഹുവിനോട് ചില സംസാരങ്ങളുണ്ടാവും. അതിൻ്റെ മീഡിയം നമുക്ക് നിർവചിക്കാൻ കഴിയില്ല. മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ യുറന്നൂറു അലാ വജ്ഹിഹി 3 അയ്യാം, 3 ദിവസം മഹാനായ മൂസ നബിയുടെ മുഖത്തൊരു പ്രകാശം കാണുമായിരുന്നു അത്രേ. 3 ദിവസം ആ നൂറുണ്ടാവും, ഒളിമങ്ങാത്ത പ്രകാശം. വലം യതഅറദ ലിന്നിസാഇ മുൻദു കല്ലമഹു. മൂസ അലൈഹിസ്സലാം ആ ഒരു നൂറ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മൂസ അലൈഹിസ്സലാമിനെ ഒരു പെണ്ണും കാണുന്ന അവസ്ഥകൾ ഉണ്ടാവാറില്ല. മൂസ അലൈഹിസ്സലാം ദഅവത്ത് ചെയ്യുന്നവരാ, പല ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ദഅവത്തിൻ്റെ ഭാഗമായിട്ട് മുന്നിൽ വരാം. പക്ഷേ ആ നൂറ് ഉള്ള കാലം അത്രയും മഹാനായ മൂസ നബി അലൈഹിസ്സലാം ലം യതഅറദ ലിന്നിസാ, ഒരു സ്ത്രീയും മൂസ നബി അലൈഹിസ്സലാമിൻ്റെ മുഖം കാണില്ല. അമ്പിയാക്കന്മാർ അവരും ഉമ്മത്തികളും തമ്മിലുള്ള ബന്ധം പിതാവും മക്കളും തമ്മിലുള്ള ബന്ധം പോലെയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇൽമ പഠിക്കാൻ വേണ്ടി പെണ്ണുങ്ങൾ വന്ന് ചോദിക്കും തങ്ങളുടെ മുമ്പിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനൊന്നും പ്രയാസമല്ല. പക്ഷെ മൂസ അലൈഹിസ്സലാമിൻ്റെ നൂറ് 3 ദിവസം ഒളിമങ്ങാതെ, അതുമാത്രമല്ല ചില റിവായത്തുകളിൽ 40 ദിവസത്തോളം മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുമായി സംസാരിച്ചതിന് ശേഷം ഒരു മഖ്ലൂക്കിനോട് മിണ്ടിയിട്ടില്ല എന്നാണ്. അള്ളാഹുവിനോട് സംസാരിച്ചതിന് ശേഷം പിന്നെ സംസാരിച്ചില്ല. 40 ദിവസം മഹാനവറുകൾ സംസാരം നിർത്തിവെച്ചു, വേറെ ആരോടും മിണ്ടിയില്ല. സുബ്ഹാനല്ലാഹ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ഹബീബ് പറയുന്നു, അസ്സകീനതു വൽ വഖാറു ഫീ അഹ്ലിൽ ഗനം വൽ ഖുയലാഉ ഫീ അഹ്ലിൽ ഇബിൽ. ഖാല വബുഇസ മൂസാ വഹുവ യർആ ഗനമൻ ലിഅഹ്ലിഹി വബുഇസ്തു വഅന അർആ ഗനമൻ ലിഅഹ്ലി ബിജിയാദ്. മൂസ അലൈഹിസ്സലാം ആട്ടിടയനായിരുന്നല്ലോ, ആടിനെ മെച്ചിരുന്നു. മൂസ നബി അലൈഹിസ്സലാം ഷെപ്പേർഡായിരുന്നു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒട്ടകത്തിൻ്റെയും ആടിൻ്റെയും ആളുകൾ വന്ന് ഫഖർ പറയാൻ തുടങ്ങിയെന്ന്. ഒട്ടകത്തിൻ്റെ മുതലാളിമാരും ആടുംകുട്ടിയുടെ മുതലാളിമാരും. ഒട്ടകം എന്ന് പറഞ്ഞാൽ അന്നത്തെ 4x4 ആണ്. അന്നത്തെ ഒരു 4 വീൽ വണ്ടി, ലാൻഡ് ക്രൂസറോ നിസാൻ പെട്രോളൊക്കെ ഉദ്ദേശിച്ചോളൂ. അതാണ് അന്നത്തെ ഒട്ടകം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവരൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞു, ഞങ്ങൾ ഒട്ടകത്തിൻ്റെ ആളുകളാണ്, അപ്പോൾ ഞങ്ങൾ വലിയ ആളുകളാണ് എന്ന രീതിയിൽ അവർ ഫഖർ പറയാൻ തുടങ്ങി. അപ്പോൾ ഇപ്പുറത്തെ ആടിനെ മേയ്ക്കുന്ന ബതുക്കളുണ്ട്, അവർ പറഞ്ഞു ഞങ്ങളുണ്ടായിട്ടില്ലെങ്കിൽ കുടിക്കാൻ പാലിട്ടുള്ളൂ, ഞങ്ങളുണ്ടെങ്കിലെങ്കിൽ മാംസം കിട്ടുള്ളൂ. ഒട്ടകത്തെങ്ങനെ ആടിനിറക്കണ പോലെ ഇറക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഒട്ടകം അത്ര പെട്ടെന്ന് പെറ്റുപെരുകൂല ആടുകളെപ്പോലെ. അപ്പോൾ ഞങ്ങളല്ലേ നിങ്ങൾക്ക് ഫീഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ആട്ടിടയന്മാർ ഇപ്പുറത്തും അതുപോലെ അവരും പറഞ്ഞു എന്ന് പറഞ്ഞു. ഇവരൊക്കെ പറയുമ്പോൾ അവരും പറഞ്ഞു. അങ്ങനെയാണല്ലോ, ഒരു കൂട്ടർ തുടങ്ങി വെക്കും, മറ്റൊരു അങ്ങ് ചേർത്ത് പറയും. ഇത് പറഞ്ഞപ്പോൾ ഫഖാല റസൂലുള്ളാഹ്, പുണ്യനബി തങ്ങൾ പറഞ്ഞു, അസ്സകീനത്തു വൽ വഖാറു ഫി അഹ്ലിൽ ഗനം. ആടുകളെ വളർത്തുന്ന ആളുകളിൽ സകീനത്തും വഖാറുമുണ്ട് എന്ന് പറഞ്ഞാൽ സകീനത്ത് പറഞ്ഞാൽ സമാധാനം എന്നാണ്. സമാധാനവും മുഖത്ത് ഒരു ഗാംഭീര്യവും, സമാധാനം നിറഞ്ഞ ഗാംഭീര്യത്തിനാണ് വഖാർ എന്ന് പറയാം. ചില മുഖങ്ങൾക്ക് അങ്ങനെ ഉണ്ട്. ഇപ്പോൾ ശംസുൽ ഉലമ തങ്ങളൊക്കെ കണ്ടവരുണ്ടാവും. ശംസുൽ ഉലമ തങ്ങളുടെ ഫോട്ടോ കാണുമ്പോൾ തന്നെ ആ ഒരു മുഖത്തിൻ്റെ ഒരു ഗാംഭീര്യം, ഒരു എന്തെന്നില്ലാത്ത ഒരു, നമുക്ക് നിർവചിക്കാൻ കഴിയില്ല ആ മുഖത്തിൻ്റെ ഒരു തെളിമയും ഒരു മഹത്വവും ഒരു വഖാറും സക്കീനത്തും ഒരു ശാന്തസുന്ദരമായ ഒരു ഗാംഭീര്യം മുഖത്ത് നേടിക്കുന്നു. അതിനാണ് വഖാർ എന്ന് പറയാം. അത് ചില മഹാന്മാരായ ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ, ആലിമീങ്ങൾ, ആബിദീങ്ങൾക്ക് അള്ളാഹു നൽകുന്നൊരു സംഗതിയാണ്. വഖാറുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഖാറുണ്ടായിരുന്നു. യൂസുഫ് അലൈഹിസ്സലാമും തങ്ങളും നോക്കിയ ആരാ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളത്? ഹബീബായ തങ്ങളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലാ ശക്കിൻ, അവിടെ സംശയം വേണ്ട.
അതിൻ്റെ പകുതിയേ ഉള്ളൂ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോഴേ അവർ ആപ്പിൾ ചെത്തുന്ന പെണ്ണുങ്ങൾ കൈ ചെത്തി എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഒരു അനുഭവമൊന്നും പുണ്യനബിയെ കണ്ടപ്പോൾ ആരും കൈ ചെത്തിയിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ മറുപടി ഉലമാ പറയുന്നത് ഇങ്ങനെയാണ്: യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെത് ജമാലും സക്കീനത്തുമാണ്, പുണ്യനബി തങ്ങളുടേത് ജമാലും വഖാറുമാണ്. ഹബീബിൻ്റെ മുഖത്ത് വഖാറുണ്ട്, ഗാംഭീര്യമുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. വഖാറുണ്ടാകുമ്പോൾ അതുണ്ടാവില്ല. വെറും ഒരു സൗന്ദര്യം ആസ്വദിക്കുന്ന പോലെയല്ല, ഒരു ഗാംഭീര്യമുള്ളൊരു സൗന്ദര്യം ആസ്വദിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഹബീബിൻ്റെ മുമ്പിൽ അങ്ങനെ കൈചെത്തിപ്പോയ അനുഭവം പോലൊത്തത് ഉണ്ടാവാതിരുന്നത് എന്നാണ് ഇതിന് മറുപടി പറയാം. ഹബീബിൻ്റെത് വഖാർ. ഹൂഎവർ മെറ്റ് ഹിം ഫോർ ദ ഫസ്റ്റ്, ഗിബ്ബൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഹൂഎവർ മെറ്റ് ഹിം ഫോർ ദ ഫസ്റ്റ് ടൈം ഹി വാസ് ഫിൽഡ് വിത്ത് ഓ. ഹബീബിനെ കാണുമ്പോൾ ഒരു ഗാംഭീര്യം ബോധിക്കുമായിരുന്നു എന്നാണ്. തങ്ങളോട് എന്തെന്നില്ലാത്തൊരു ഒരു കൗതുകമൂറുന്ന എന്നാൽ ഗൗരവമുള്ള ഒരു മുഖമാണ് ഹബീബിൻ്റേത് സല്ലല്ലാഹു അലൈഹി വസല്ലം. സൗന്ദര്യവും ഗാംഭീര്യവും ഒത്തിണങ്ങി വരാൻ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നബിതങ്ങളുടെ മുമ്പിൽ ഒരു പെണ്ണ് വന്നപ്പോൾ തർതഇദു ഫറായിസുഹാ, ആ പെണ്ണിൻ്റെ കയ്യും കാലങ്ങനെ കൂട്ടിമുട്ടാൻ തുടങ്ങിയെന്ന് പേടിച്ചിട്ടേ. പെട്ടെന്ന് പേടി വരില്ല. ഒരു ഇൻ്റർവ്യൂ ഒക്കെ ചിലപ്പോൾ വെറുതെ കാലിട്ട് അടിച്ച് ഓൻ പറയണ്ട കാലെ അടങ്ങി നിൽക്കുന്നതൊക്കെ, പക്ഷേ കാല് നിൽക്കണ്ടേ. ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോണ്ട് അങ്ങനെ ഇപ്പുറത്ത് പോലീസ് ഇരിക്കുമ്പോൾ കയ്യും കാലും വിറക്കണ്ടെന്ന് പറഞ്ഞ് കുറേ മോട്ടിവേഷൻ കേട്ട് പോയതായിരിക്കും. അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല, പേടിയാവും. ചിലപ്പോൾ അങ്ങനെ മനുഷ്യന്മാർക്ക് അവരുടെ ഷുഊറുകളെ മശായിറുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് നോർമൽ, ഒന്നും പ്രശ്നമുള്ള കാര്യമല്ല. ഹബീബിൻ്റെ മുമ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യനബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ടൊരു ഉമ്മ ഇങ്ങനെ വിറക്കുകയാണ്. അപ്പം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിറക്കുന്നത്, എന്തിനാ പേടിക്കുന്നത്? ഇന്നമാ അന ഇബ്നു ഇംറഅത്തിൻ കാനത് തഅകുലുൽ ഖദീദ്. മാംസം ഉണക്കി സൂക്ഷിച്ചു വെക്കുന്ന മാംസത്തിന്, അത് ഫ്രഷ് തിന്നുന്ന ആളുകളുണ്ടെന്ന്. പക്ഷേ ഈ പാവപ്പെട്ടവർക്ക് ഫ്രഷ് തിന്നാൻ കഴിയില്ല. അപ്പോൾ മുതലാളിമാരൊക്കെ കഴിച്ച് ബാക്കിയുള്ള മാംസം അവർക്ക് ആവശ്യമില്ലാത്തത് അവരെടുത്ത് നേർത്ത് കട്ട് ചെയ്തിട്ട് വെയിലിൽ വെച്ച് ഉണക്കിയിട്ട് അവർ സൂക്ഷിച്ച് എന്തെങ്കിലും കാലത്ത് അത് വെള്ളത്തിലൊക്കെ പുതിർത്തിയിട്ട് അവർ മാംസമായിട്ട് ഉപയോഗിക്കും. അതിനാണ് ഖദീദ് എന്ന് പറയാം, ഉണക്ക മാംസം എന്ന് പറയാം. അപ്പോൾ തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, അംസിക്കി അലൈക്കി, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പേടിച്ച് വിറക്കണത് ഉമ്മ? ഇന്നമാ അന, ഞാൻ ഇബ്നു ഇംറഅത്തിൻ, എൻ്റെ ഉമ്മ എന്ന് പറയുന്ന ആമിന ബീവി റളിയല്ലാഹു അൻഹ, കാനത് തഅകുലുൽ ഖദീദ്, ഖദീദ് തിന്നുമായിരുന്ന പെണ്ണായിരുന്നു. എൻ്റെ ഉമ്മ വലിയൊരു മുതലാളിച്ചയോ ഭയങ്കരമായ ഒരു ആർഭാടത്തിൽ ജീവിച്ച, ഒരു ആഡംബരത്തിൽ ജീവിച്ച കുബേരയായൊരു പെണ്ണൊന്നും അല്ല. ഒരു നാടൻ സാധാരണ ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന പോലെ ഉണക്കമാംസം തിന്നിട്ടാണ് എൻ്റെ ഉമ്മ ജീവിച്ചത്. എന്നല്ല ഫ്രഷ് മാംസം തിന്നാനൊന്നും എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പൈസ ഇല്ലായിരുന്നു. അങ്ങനത്തെ ഖദീദ് തിന്നിരുന്ന ഒരു ഉമ്മയുടെ മോനാണ് ഞാൻ. അങ്ങനത്തെ എൻ്റെ മുമ്പിൽ നിങ്ങൾ എന്തിനാ എങ്ങനെ വിറക്കണത് എന്ന് തങ്ങൾ ചോദിച്ചു എന്നാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മറ്റൊരു നബി തങ്ങളുടെ ക്വാളിറ്റിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ അങ്ങനെ വളരെ ഓവർവെൽംഡായി മാറുക എന്ന് പറയും, ശരിക്കും സ്ട്രെസ്ഡായി പോവുക, അല്ലെങ്കിൽ വല്ലാണ്ടങ്ങ് സ്റ്റക്ക് വിത്ത് അങ്ങനെയൊക്കെ ആകുമ്പോഴേ അവരൊന്ന് സമാധാനിപ്പിക്കാൻ ചില ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയും. എന്തിനാ പേടിക്കണത്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ വിശ്വസിക്കുന്നത്, മനുഷ്യന്മാരല്ലേ, നമ്മളെ മനുഷ്യന്മാരാണ്. തങ്ങളുടെ അങ്ങനെ ഒരു ജമാലിയത്ത് തങ്ങൾക്കുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾക്ക് ജമാലും വഖാറും ഉണ്ടായിരുന്നു. അപ്പോൾ തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്സകീനത്തു വൽ വഖാറു ഫി അഹ്ലിൽ ഗനം. ഗനമിൻ്റെ ആളുകളിലാണ്, ആടുകളെ മേച്ചു നടക്കുന്ന ആളുകളിൽ സകീനത്തും സമാധാനവും വഖാറുമുണ്ട്, ഗാംഭീര്യവുമുണ്ട്. വൽ ഖുയലാഉ ഫി അഹ്ലിൽ ഇബിൽ, ഒട്ടകത്തെ കൊണ്ടുനടക്കുന്ന ആളുകളിൽ അഹങ്കാരവുമുണ്ട് എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതങ്ങനെയാണ്. അത് ശരിയാണ്. ഈ വലിയ വണ്ടി കയറിയിരിക്കുമ്പോൾ ചില ആൾക്ക് തോന്നിപ്പോവത്, അത് തോന്നാൻ പാടില്ല എന്നാണ്. മുഅ്മിനീങ്ങൾക്ക് തോന്നാൻ പാടില്ല. അല്ലെങ്കിൽ പറയില്ലേ, മാറിക്കൊടുത്ത് പിരാന്തനായിരിക്കും വരുന്നത് ബാക്കിൽ എന്ന്. ചെറിയ വണ്ടിയാണെങ്കിൽ അങ്ങനെ പ്രശ്നമില്ലല്ലോ, നമുക്ക് പേടി തോന്നില്ല. മറ്റേത് വലിയ ആ ട്രക്ക് പോലത്തെ വണ്ടികളൊക്കെ വരുമ്പോഴേ നമ്മൾ മാറിക്കൊടുത്തേ പറ്റൂ. അവർക്കും തോന്നും